ഇതാ വിധി പ്രഖ്യാപനത്തിന്റെ വിശദാംശങ്ങൾ വരികയാണ്. ഇതാ ആറാം പ്രദീപ് കുറ്റക്കാരൻ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ആറാം പ്രദീപ് കുറ്റക്കാരൻ, പൾസർ സുനി ഒന്നാം പ്രതി കുറ്റക്കാരൻ, മാർട്ടിൻ ആന്റണി രണ്ടാം പ്രതി കുറ്റക്കാരൻ, 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാർ. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാർ എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാർ. ഒന്നാം പ്രതി പൾസർ സുനി കുറ്റക്കാരൻ, ഒന്നാം പ്രതിയായ പൾസർ സുനി കുറ്റക്കാരനാണ് എന്ന് കോടതി. രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി കുറ്റക്കാരനാണ് എന്ന് കോടതി. മൂന്നാം പ്രതി ബി മണികണ്ഠൻ കുറ്റക്കാരനാണ് എന്ന് കോടതി. ബി മണികണ്ഠൻ മൂന്നാം പ്രതി കുറ്റക്കാരൻ, ഒന്നാം പ്രതി പൾസർ സുനി കുറ്റക്കാരൻ. നാലാം പ്രതി വി പി വിജീഷ് കുറ്റക്കാരൻ, നാലാം പ്രതി വി പി വിജീഷ് കുറ്റക്കാരൻ. അഞ്ചാം പ്രതി വടിവാൾ സലീം കുറ്റക്കാരനാണ്, അഞ്ചാം പ്രതി വടിവാൾ സലീം കുറ്റക്കാരൻ. ആറാം പ്രതി പ്രദീപ് കുറ്റക്കാരൻ, ആറാം പ്രതി പ്രദീപ് കുറ്റക്കാരൻ. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ആറാം പ്രതി പ്രദീപ് കുറ്റക്കാരൻ. കൂട്ടബലാത്സംഗം തെളിഞ്ഞു എന്നാണ് കോടതി സൂചിപ്പിച്ചിരിക്കുന്നത്. കൂട്ടബലാത്സംഗം നടന്നു, ആ കൂട്ടബലാത്സംഗം തെളിഞ്ഞു എന്ന് കോടതി കൃത്യമായും സൂചിപ്പിച്ചിരിക്കുന്നു. നടന്നത് കൂട്ടബലാത്സംഗം തന്നെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ, ആദ്യത്തെ 6 പ്രതികൾ കുറ്റക്കാരൻ സൂചിപ്പിച്ചിരിക്കുന്നു. പ്രേരണാകുറ്റം നിലനിൽക്കുമെന്നും കോടതി സൂചിപ്പിച്ചിരിക്കുന്നു. കൂട്ടബലാത്സംഗം കൃത്യമായും തെളിഞ്ഞിരിക്കുന്നു. നടന്നത് കൃത്യമായ കൂട്ടബലാത്സംഗമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നടിയെ ആക്രമിച്ച കേസിൽ കോടതിയുടെ വിധി പ്രഖ്യാപനം വന്നിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. പൾസർ സുനിയും മാർട്ടിൻ ആന്റണിയും ബി മണികണ്ഠനും വി പി വിജീഷും, ഒപ്പം തന്നെ അഞ്ചാം പ്രതി വടിവാൾ സലീമും കുറ്റക്കാരനാണ്. ആറാം പ്രതിയായ പ്രദീപ് അടക്കം 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. പ്രേരണാകുറ്റം നിലനിൽക്കുമെന്ന് കോടതി കൃത്യമായും സൂചിപ്പിച്ചിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി സൂചിപ്പിച്ചിരിക്കുന്നു. വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ദിലീപ് 8ാം പ്രതി വെറുതെ വിടപ്പെട്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. ദിലീപിന് ആശ്വാസകരവും സന്തോഷകരവുമായിട്ടുള്ള വാർത്തയാണ് കോടതി മുറിയിൽ നിന്ന്, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിന്റെ മുറിയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. ദിലീപ് 8ാം പ്രതി വെറുതെ വിടപ്പെട്ടിരിക്കുന്നു. ദിലീപ് വെറുതെ വിടപ്പെട്ടിരിക്കുന്നു. ദിലീപിന് ഇനി ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും നിമിഷം. ദിലീപ് വെറുതെ വിടപ്പെട്ടിരിക്കുന്നു. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റവിമുക്തൻ, ദിലീപ് കുറ്റവിമുക്തൻ, ദിലീപ് കുറ്റവിമുക്തൻ. 8ാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ആശ്വാസം, ആനന്ദം ഒരുപക്ഷേ എന്ന് ദിലീപിനെ കുറിച്ച് പറയാം. പക്ഷേ അതിജീവിതയ്ക്കൊപ്പം നിന്നവരെ സംബന്ധിച്ചിട്ട് ദിലീപാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റക്കാരൻ. ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള റേപ്പ് കൊട്ടേഷൻ നടത്തിയ വ്യക്തി, അയാൾ പിടിയിലാവണമെന്ന് ആഗ്രഹിച്ചവരെ സംബന്ധിച്ചിട്ട് വലിയ നിരാശയിലേക്ക് പോകുന്ന നിമിഷങ്ങളാണ് ഈ വാർത്തയിൽ നിന്ന് ഈ നിമിഷം പറയാൻ കഴിയുന്നത്. 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. 2017 ഫെബ്രുവരി 17 നിന്ന് ഇന്നത്തെ ഈ ദിവസം ഏറ്റവും വലിയ ആശ്വാസത്തിലേക്ക് ദിലീപ് കടന്നിരിക്കുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇനി മേൽക്കോടതികളിലേക്ക് പോയാൽ പോലും ആ മേൽക്കോടതി നടപടികളെ സധീരം നേരിടാനുള്ള ആത്മവിശ്വാസം ഒരുപക്ഷെ ദിലീപിന് ലഭിച്ചുവെന്നും വന്നേക്കും. 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്നും കൂട്ടബലാത്സംഗം തെളിഞ്ഞു എന്നും സൂചിപ്പിക്കുമ്പോൾ, പ്രേരണാകുറ്റം നിലനിൽക്കും എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോഴും എന്തിന് കൂട്ടബലാത്സംഗം ചെയ്തു? ആ കൂട്ടബലാത്സംഗം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് സംഭവിച്ച ഒന്നല്ല.
അതിൻ്റെ പിറകിൽ ഒരു ആസൂത്രകൻ ഉണ്ടോ എന്നുള്ള കാര്യം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി പറഞ്ഞോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രസ്താവത്തിൻ്റെ വിശദാംശങ്ങൾ ലഭിച്ചാൽ മാത്രമേ നമ്മൾക്ക് പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു, ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു, ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ല എന്നുള്ളതാണ് കോടതി പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. ഗൂഢാലോചന എല്ലാ പ്രധാനപ്പെട്ട കേസുകളിലും തെളിയിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒന്നാണ് ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഗൂഢാലോചന എന്ന് പറയുന്നത് അടച്ചിട്ട മുറിയിലോ അല്ലെങ്കിൽ ഫോണിലൂടെയോ മറ്റേതെങ്കിലും രീതിയിലൂടെയോ നടക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് തെളിവുകൾ അതിന് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഏറ്റവും പ്രാഗൽഭ്യത്തോടുകൂടി തെളിയിച്ച് അതിൻ്റെ വസ്തുതകൾ, സാഹചര്യ തെളിവുകളെല്ലാം ഒരുമിച്ച് കൃത്യം വരുമ്പോഴാണ് ഒരു ഗൂഢാലോചന കുറ്റം തെളിയിക്കപ്പെടുന്നത്. അത് കൃത്യമായിട്ട് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന് സൂചിപ്പിക്കപ്പെടുന്നു. അതേസമയത്ത് തന്നെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ്, ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നു, കൂട്ടബലാത്സംഗം നടന്നിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു. പക്ഷേ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ലഭിച്ച അവർ കുറ്റക്കാരാണ് എന്നുള്ള കോടതിയുടെ വിധിയേക്കാളും ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 7 വർഷത്തെ നിയമ പോരാട്ടത്തിനും തലതാഴ്ത്തിയുള്ള ജീവിതത്തിനും ശേഷം ഇന്നത്തെ ദിവസം ആശ്വാസം അല്ലെങ്കിൽ സന്തോഷം ദിലീപിനെ സംബന്ധിച്ചിട്ടും, ദിലീപിനെ പ്രിയപ്പെടുന്നവരെ സംബന്ധിച്ചിട്ടും, ദിലീപിൻ്റെ ആരാധകരെ സംബന്ധിച്ചിട്ടും, ദിലീപിനെ ഇഷ്ടത്തോടുകൂടി കരുതുന്നവരെ സംബന്ധിച്ചിട്ടും, ദിലീപ് പാവമാടാ എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിട്ടുമൊക്കെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. ഒരു പക്ഷേ ഏതെങ്കിലും ഇടങ്ങളിൽ നിന്ന് പടക്കം പൊട്ടിക്കലുകളോ മറ്റോ പ്രതീക്ഷിക്കാം, ലഡു വിതരണങ്ങൾ പ്രതീക്ഷിക്കാം. അത്തരത്തിൽ ആണ് ദിലീപിൻ്റെ 8ാം പ്രതി ആയിട്ടുള്ള ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ള ഈ വാർത്ത വരുന്നത്. സ്വാഭാവികമായിട്ടും ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നാം കാണേണ്ടതുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ആശങ്കയുണ്ടായിരുന്ന, അതായത് അതിജീവിതയെ സംബന്ധിച്ചിട്ടും അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നവരെ സംബന്ധിച്ചിട്ടും ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുമോ, കുറ്റവിമുക്തനാക്കപ്പെടുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൽ ഗൂഢാലോചന, ഏതോ ഒരു രഹസ്യ സ്ഥലത്തിരുന്നു കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്തുകൊണ്ട് നടപ്പാക്കാൻ ഉള്ള എല്ലാ മുൻകൈയും എടുത്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് അത് എങ്ങനെ ചെയ്തു, അത് സംശയലേശമെന്നെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് പറയേണ്ടി വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുന്നത്. ഗൂഢാലോചന നടന്നതിന് തെളിവില്ല, ആ തെളിവുകൾ കൃത്യമായി സംശയലേശമെന്നെ നിരത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദിലീപിനെ വെറുതെ വിടുന്നു, 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. പൾസർ സുനി അടക്കമുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാർ. അതുല്യ ചേരുന്നു കോടതിയിൽ നിന്ന്, പറയൂ. ബനേഷ്, ഇപ്പോൾ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെയാണ് കുറ്റം തെളിഞ്ഞിരിക്കുന്നത്. ഇവർക്കെതിരെ പരമാവധി, അതായത് ചുമത്തിയിട്ടുള്ള ഭൂരിഭാഗം കുറ്റങ്ങളും എല്ലാ രീതിയിലും തെളിഞ്ഞു എന്നാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രോസിക്യൂഷന്റെ മുഴുവൻ കണ്ടെത്തലുകളും ശരിവെച്ചിട്ടുണ്ട്. അതായത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് നേരെയുള്ള മുഴുവൻ കണ്ടെത്തലുകളും കോടതി ശരിവെച്ചിട്ടുണ്ട്. അതേസമയം 8ാം പ്രതിയായ ദിലീപിനെതിരെ ബലാത്സംഗ കുറ്റം, അതുപോലെ തന്നെ തെളിവ് നശിപ്പിച്ചു എന്ന ഈ 2 കുറ്റങ്ങളും തെളിഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. അതോടൊപ്പം തന്നെ ദിലീപ്, മേസ്തിരി ശരത് ജി നായർ എന്നിവർക്കെതിരെ ഉള്ള കുറ്റങ്ങൾ തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും തന്നെ കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ കുറ്റം ചെയ്ത ആദ്യ പ്രതികളെ കോയമ്പത്തൂരിലടക്കം ഒളിവിൽ താമസിക്കാനും കടക്കാനും സഹായിച്ചു എന്നുള്ള കുറ്റമായിരുന്നു മേസ്തിരി ശരത് ജി നായർ എന്നിവർക്കെതിരെ ഉണ്ടായിരുന്നത്. അവർ ഈ ഒരു കുറ്റം ചെയ്തതായി അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരെ സഹായിച്ചതായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. അതേപോലെ തന്നെയാണ് ദിലീപിന്റെ കാര്യത്തിലും പ്രോസിക്യൂഷൻ ദിലീപിനെതിരായ ഗൂഢാലോചന എന്ന് പറയുന്ന ആ കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അതായത് ആ കോടതിയുടെ കണ്ടെത്തലിലേക്ക് വരാം. അതുല്യ തുടരുക. കോടതിയുടെ പരിസരത്തും റോഡുകളിലുമെല്ലാം ദിലീപിന്റെ ആരാധകർ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ലഡു വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെരുവിലൂടെ നടന്നു പോകുന്നവർക്കും കോടതി പരിസരത്തുള്ളവർക്കുമെല്ലാം ലഡു നൽകിക്കൊണ്ടിരിക്കുന്നു, പലരും വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്നു. തുടരും അതുല്യ.
ബനേഷ്, ദിലീപിനെതിരെ ചുമത്തിയിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ കൊട്ടേഷൻ നൽകി, അതായത് നടിയെ ആക്രമിക്കുന്നതിനായി പൾസർ സുനി അടക്കമുള്ള ആദ്യ പ്രതികൾക്ക് കൊട്ടേഷൻ നൽകിയെന്നും നടിയെ ആക്രമിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും ഗൂഢാലോചന നടത്തി എന്നുള്ളതുമാണ്. എന്നാൽ ഈ കോൺസ്പിറേഷൻ അഥവാ ഗൂഢാലോചന എന്നുള്ള ആ ഒരു കുറ്റം പ്രോസിക്യൂഷന് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല. കോടതിയെ കൺവിൻസ് ചെയ്യാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് ജഡ്ജി ഈ ഒരു വിധിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നതും ഈ ഒരു മോട്ടീവ് അഥവാ ഈ ബലാത്സംഗം നടത്താനുണ്ടായ അതിലേക്ക് നയിച്ച കാരണം എന്നത് ഈ ദിലീപ് നൽകിയ കൊട്ടേഷൻ ആണ് എന്നുള്ള ആ ഒരു മോട്ടീവ്, ഈ നടന്ന കുറ്റകൃത്യത്തിന്റെ മോട്ടീവ് എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായ ഘടകം, അത് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നതാണ് കോടതി കണ്ടെത്തിയ ഏറ്റവും സുപ്രധാനമായ കാര്യം. അതേസമയം 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് നേരെയുള്ള എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായും കോടതി പറയുന്നുണ്ട്. കൂട്ടം ചേർന്നുള്ള ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീക്കെതിരായ ആക്രമണം, സ്ത്രീക്കെതിരായ ബലപ്രയോഗം, ബലം പ്രയോഗിച്ച് തടവിൽ വെക്കൽ, ക്രിമിനൽ ഗൂഢാലോചന, ഒരു വ്യക്തിയുടെ സ്വകാര്യത ലംഘിച്ച് ദൃശ്യങ്ങൾ പകർത്തൽ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് അശ്ലീല ദൃശ്യങ്ങൾ പ്രസിദ്ധീകരിക്കൽ, പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ചുമത്തിയിരിക്കുന്നത്. ഈ കുറ്റങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തെളിഞ്ഞു എന്നും പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ പൂർണ്ണമായും ശരിയാണ് എന്നും പറഞ്ഞിരിക്കുന്നു. അതേസമയം തന്നെ ഈ പ്രതികൾ നടത്തിയ ഗൂഢാലോചനയിൽ അതിന്റെ സൂത്രധാരൻ എന്ന് പറയുന്നത് നടൻ കൂടിയായ ദിലീപ് ആണ് എന്നും ആ ദിലീപ് ഈ ഒരു ഗൂഢാലോചന നടത്തിയത് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണ് എന്നുമുള്ള കുറ്റമാണ് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയാതെ പോയി എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ബലത്തിൽ തന്നെയാണ്, അതായത് ഈ ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറയുന്ന അല്ലെങ്കിൽ കോൺസ്പിറസി, മോട്ടീവിന് കാരണമായ കോൺസ്പിറസി എന്ന് പറയുന്ന ആ ഒരു ഘടകം തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ദിലീപ് ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നത്. ബനേഷ്, എന്തായാലും 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് അവരുടെ ജാമ്യം റദ്ദാക്കുകയും എറണാകുളം ജില്ലാ ജയിലിലേക്ക് മാറ്റുകയും ചെയ്യും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ പൾസർ സുനി അടക്കമുള്ളവർ ജാമ്യം ലഭിച്ച പുറത്തിറങ്ങിയിരുന്നു. നിലവിൽ ഈ ഒരു വിധി വന്നതോടുകൂടി 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ജാമ്യം റദ്ദാക്കുകയും അവരുടെ കസ്റ്റഡിയിലേക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. വിധി വരുന്നത് വരെ, അതായത് ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് വരെ വരുന്ന 12-ാം തീയതി, വോട്ടെണ്ണലിന്റെ തലേ ദിവസമായ 12-ാം തീയതിയാണ് ഈ കോടതി ഇവർക്കുള്ള ശിക്ഷാവിധി പ്രഖ്യാപിക്കുക. ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് വരെ ഇവരെ എറണാകുളം ജില്ലാ ജയിലിലേക്കാണ് മാറ്റുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ഈ ഒരു വളരെ കാലം നീണ്ടുനിന്ന വളരെ ബൃഹത്തായ ഒരു വിചാരണ നടന്ന, അതിലും ബൃഹത്തായ ഹർജികൾ വന്ന 90ഓളം ഹർജികൾ മാറി മാറി വന്ന ഒരു കേസിലാണ് ഇപ്പോൾ വിധി ഉണ്ടായിരിക്കുന്നത്. അതിൽ 8ാം പ്രതിയായാണ് ചലച്ചിത്ര അഭിനേതാവ് കൂടിയായ നടൻ ദിലീപിനെ പ്രതിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഗൂഢാലോചന, അതായത് കൂട്ടബലാത്സംഗത്തിലേക്ക് നയിച്ച ഗൂഢാലോചന നടത്തി അതിന് കൊട്ടേഷൻ നൽകി, അതുപോലെ തന്നെ തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ള 3 കുറ്റങ്ങളാണ് ദിലീപിന് മേലുണ്ടായിരുന്നത്. എന്നാൽ ഈ 3 കുറ്റങ്ങളും സംശയാതീതമായി തെളിയിക്കുന്നതിലും ഈ കുറ്റങ്ങൾ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഈ കുറ്റങ്ങൾ ചെയ്തു എന്ന് കോടതിയെ കൺവിൻസ് ചെയ്യിക്കുന്നതിലും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിലീപിനെതിരെയുള്ള ഈ കുറ്റങ്ങൾ കോടതി ദിലീപ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു 3 പ്രതികൾ മേസ്തിരി സനൽ, ശരത്ജി നായർ എന്നിവരും ഈ ഒരു കുറ്റവിമുക്തരാക്കപ്പെട്ടിട്ടുണ്ട്. പകരം 1 മുതൽ 6 വരെയുള്ള പ്രതികൾ മാത്രമാണ് ഇപ്പോൾ കുറ്റവിമുക്തരല്ലാതെ കുറ്റക്കാരാണ് എന്ന് പ്രതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ 6 പ്രതികളുടെയും ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട്. അവരെ ഇനി എറണാകുളം ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രോസിക്യൂഷന് ദിലീപിനെതിരായിട്ടുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗൂഢാലോചന, ആസൂത്രണം അടക്കമുള്ള കാര്യങ്ങൾ ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല. ആ കാര്യത്തിൽ അഭിഭാഷകർ പരാജയപ്പെട്ടു, പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ബാലേന്ദ്രകുമാർ നൽകിയതടക്കമുള്ള കാര്യങ്ങൾ, അതടക്കമുള്ള തെളിവുകളും ഇതിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. ആ രീതിയിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ്റെ ഒരു പരാജയം എന്നുള്ള നിലയ്ക്ക് അതിനെ കാണേണ്ടി വരുമോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ദിലീപ് കുറ്റക്കാരൻ അല്ല എന്ന് കൃത്യമായിട്ടുള്ള വിധി പ്രസ്താവം വന്നിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കുള്ള വിധി, അവരുടെ ശിക്ഷാവിധി എന്താണ് എന്നുള്ളത് ഡിസംബർ 12-ാം തീയതിയായിരിക്കും നൽകുക. അന്ന് അതിനു മുമ്പ് വിശദമായിട്ടൊരു വാദം കേൾക്കാനും സാധ്യതയുണ്ട്. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടൻ ദിലീപിനെ, 8ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു, കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി സൂചിപ്പിച്ചിരിക്കുന്നു. അവരുടെ ശിക്ഷ എന്തായിരിക്കും എന്നുള്ളത് ഇനി അറിയിക്കും. 8, 9, 10, 15 പ്രതികളെ വെറുതെ വിട്ട കാര്യം കൂടി ഓർമ്മിക്കുക. 8, 9, 10, 15 പ്രതികളെ ദിലീപ് അടക്കം 8, 9, 10, 15 പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. 6 പ്രതികളാണ് ഇതിൽ കുറ്റക്കാർ എന്ന് കോടതി കൃത്യമായിട്ട് വിധിച്ചിരിക്കുന്നു. ഈ 6 പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഡിസംബർ
12-ാം തീയതി ആയിരിക്കും, അതായത് നമ്മളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിൻ്റെ തലേന്ന് ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കുള്ള ശിക്ഷാവിധി പ്രഖ്യാപിക്കും. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. ഈ 2017 ഫെബ്രുവരി 17 ശേഷമുള്ള ഈ 8 വർഷങ്ങൾക്ക് ശേഷം ഇതാ ദിലീപിന് കുറ്റക്കാരനല്ല, ദിലീപ് കുറ്റവിമുക്തനാണ് എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ തല ഉയർത്തിപ്പിടിച്ച് കോടതിയിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയുന്നു. ഇന്ന് കോടതിയിലേക്ക് ആത്മവിശ്വാസത്തോടു കൂടിയാണോ ദിലീപ് വന്നതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. പക്ഷേ ചന്ദ്രക്കുറിയൊക്കെ തൊട്ട് വലിയ രീതിയിലുള്ള പ്രാർത്ഥനകൾ രാവിലെ നടത്തി അതിനുശേഷം വന്ന് ഇപ്പോൾ കോടതിയിൽ നിന്ന് തിരിച്ചു പോകാം, ആ രീതിയിൽ ആശ്വാസത്തോടു കൂടി തിരിച്ചു പോകാവുന്ന രീതിയിലേക്ക് കാര്യം നൽകിയിരിക്കുന്നു. പക്ഷേ ബി സന്ധ്യ സൂചിപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ നൽകുമെന്നുള്ളതാണ്. ബി സന്ധ്യ അടക്കം ഈ കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുമെന്ന് സൂചിപ്പിച്ചിരുന്ന സമയത്ത് അന്തിമവിധി ആയിട്ടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അപ്പീൽ നൽകുമെന്ന് ബി സന്ധ്യ സൂചിപ്പിച്ചിരിക്കുന്നു. കൂട്ടബലാത്സംഗം തെളിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കൂട്ടബലാത്സംഗം നടന്നു, അതിൽ പ്രേരണാകുറ്റം നിലനിൽക്കും എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. എങ്കിലും ഈ വിധി പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ട് കുറ്റക്കാർ ആരൊക്കെയെന്ന് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. ദിലീപിനെ വലിയ ആഹ്ലാദാരവങ്ങളോടുകൂടി പുറത്തേക്ക് കൊണ്ടുവരുന്നു. തൻ്റെ ആരാധകർക്കും നേരെ കൈ വീശിക്കാണിച്ചുകൊണ്ടാണ് ദിലീപ് കോടതി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ലഡു വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. വെളുത്ത വസ്ത്രം ധരിച്ചെത്തിയ ദിലീപ് ഇതാ അഭിഭാഷകരുടെ വലിയ നിരകൾക്കൊപ്പം ഇറങ്ങി വരികയാണ്. ഒരുപക്ഷെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ ഇന്ന് ഉത്തരം പറയുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് വെറുതെ വിടപ്പെടുന്നു, കുറ്റവിമുക്തനാക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് അവർ കുറ്റക്കാരാണ് എന്ന് പ്രഖ്യാപിച്ചത് അതിനെ നിസ്സംഗതയോടും നിർവികാരതയോടും കൂടിയായിരിക്കും ഒരുപക്ഷെ പലരും കാണുക. പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ദിലീപിനെ കുറ്റക്കാരനായി പ്രഖ്യാപിക്കുന്ന ഒന്ന് എന്നുള്ള നിലയ്ക്ക് ആയിരുന്നിരിക്കണം. പക്ഷേ അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ ദിലീപിനെതിരെ നിൽക്കുക എന്നത് തന്നെയായി കരുതിയിരുന്നവരെ സംബന്ധിച്ചിട്ട് വലിയ നിരാശയുടെ ദിവസമായിട്ട് ഇന്ന് മാറുന്നു. അതേസമയത്ത് ദിലീപ് പാവമാണ്, ദിലീപ് കുറ്റക്കാരനല്ല, ദിലീപിന് ഈ രീതിയിൽ ശിക്ഷ നൽകാൻ പാടില്ല, ദിലീപ് കുറ്റക്കാരനല്ല എന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ആഹ്ലാദകരമായിട്ടുള്ള വാർത്തയായിട്ട് അത് മാറുകയും ചെയ്യുന്നു. ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ ഒരു പ്രശ്നമായിട്ട് മുന്നിൽ നിൽക്കുകയും ചെയ്യും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിട്ട്. കാരണം പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നാണ് കോടതി കൃത്യമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. വലിയ സന്തോഷത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ദിലീപ് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുകയും തനിക്ക് ചുറ്റും നിൽക്കുന്നവരുടെ നേരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. കൈ വീശി കാണിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ ദിലീപിനെ സംബന്ധിച്ചിട്ട് ഇത്രയും കാലം മലയാള സിനിമയിൽ നിന്ന് അടക്കം ഫോൺ വിളികളൊന്നും ഇല്ലാതിരുന്നവർ വിളിച്ച് സന്തോഷം പകരുകയും ഒക്കെ ചെയ്യുന്ന നിമിഷങ്ങളായിരിക്കും ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. അതിജീവിതയെ സംബന്ധിച്ചിട്ട് ഈ വിധി എങ്ങനെയാണ് അവർ നേരിടാൻ പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. മേൽക്കോടതിയെ സമീപിക്കേണ്ടതുണ്ട്. ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നവരും അവരുടെ അഭിഭാഷകരും ആ തീരുമാനങ്ങളിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. മാധ്യമങ്ങൾ ദിലീപിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഒരു ഭാഗത്ത് ദിലീപ് എന്ത് പറയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ആ പറച്ചിൽ അത് ഈ കേസിൻ്റെ തുടർ നടപടികളിലേക്ക് ഒരു തരത്തിലുള്ള വെളിച്ചം വീശുന്നതായിരിക്കില്ല. എന്തായാലും 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയിരിക്കുന്നു. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ഉള്ള ശിക്ഷ ഡിസംബർ 12-ാം തീയതി നൽകാൻ പോകുന്നു. ദിലീപിനെ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞ 2017 ഫെബ്രുവരി 17 ശേഷം ഈ നിമിഷം വരെയുള്ള വലിയ ഒരു ഭാരം തലയിൽ നിന്ന് പോയിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. ഇനി മേൽക്കോടതിയല്ലേ, മേൽക്കോടതിയിലേക്ക് വരുമ്പോൾ ആ മേൽക്കോടതിയിലെ നടപടിക്രമങ്ങളെ നേരിടാനുള്ള വലിയ ആത്മവിശ്വാസം ലഭിക്കുന്നു. ദിലീപിൻ്റെ അഭിഭാഷകരെ സംബന്ധിച്ചിട്ട് വലിയ രീതിയിലുള്ള വക്കീൽ ഫീസ് ഇന്ന് വലിയ രീതിയിൽ ലഭിക്കും. പ്രത്യുപകാരം എന്നുള്ളതിലേക്കും കേസ് നടത്തിപ്പിൻ്റെ തുക എന്നുള്ളതിലേക്കും ഒക്കെ
എന്തായാലും നടി ആക്രമിച്ച കേസിന് താൽക്കാലികമായൊരു പരിസമാപ്തി. ദൈവത്തിന് നന്ദി, ദൈവത്തിന് നന്ദി, ദൈവത്തിന് നന്ദി എന്നാണ് ദിലീപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ഒരേ ഒരു വാക്യം, ഏറ്റവും പ്രധാനപ്പെട്ട വാക്യവും. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് താൻ കുറ്റവിമുക്തനാക്കപ്പെട്ടതിനെക്കുറിച്ച് ദിലീപ് പ്രതികരിച്ചിരിക്കുന്നത്. ദൈവത്തിന് നന്ദി സൂചിപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് അവിടെ നിന്നുള്ള ഈ ദൃശ്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള സംഭാഷണങ്ങളോ മറ്റോ ഉണ്ടോ എന്ന് നമുക്ക് അല്പനേരം നോക്കാം. അതെ, ദൈവത്തിന് നന്ദി എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് തത്സമയം ദിലീപ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കോടതി മുറിയിൽ നിന്ന് ഇനി ദിലീപ് നിശ്ചയമായും ദിലീപിൻ്റെ തന്നെ ഇതുവരെയുള്ള പ്രവൃത്തി വെച്ച് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ദേവാലയങ്ങളിലേക്കോ ആരാധനാലയങ്ങളിലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. നടത്തിയ വഴിപാടുകൾ നടത്തേണ്ടതുണ്ട് ഒരു ഭാഗത്ത്. അതേസമയത്ത് അതിജീവിതയെ സംബന്ധിച്ചിട്ടും അവർക്കൊപ്പം നിൽക്കുന്നവരെ സംബന്ധിച്ചിട്ടും മേൽക്കോടതികളെ സമീപിക്കുക, ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് കോടതിയുടെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് മുന്നിൽ വരുന്നത്. സ്വാഭാവികമായിട്ടും ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിയുന്ന രീതിയിൽ ഇനി എന്ത് ചെയ്യാൻ കഴിയും? പോലീസ് കള്ളക്കഥ മെനഞ്ഞതാണ് എന്ന് ആരോപിക്കാൻ കഴിയുമോ? പോലീസിൻ്റെ കള്ളക്കഥകൾക്ക്, ആ കള്ളക്കഥകളെ തകർക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകാൻ കഴിഞ്ഞോ? എന്തായാലും പോലീസ് കള്ളക്കഥ മെനഞ്ഞുവെന്നും ആ കള്ളക്കഥ തകർന്നു എന്നുമാണ് ദിലീപ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് നന്ദി എന്നുകൂടി ദിലീപ് സൂചിപ്പിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, നേരത്തെ ഈ വിഷയത്തിൽ നടി ആക്രമിക്കപ്പെട്ടതിൻ്റെ ശേഷം ചലച്ചിത്ര പ്രവർത്തകർ ഒരുമിച്ച് നടത്തിയ പ്രതിഷേധ യോഗത്തിൽ മഞ്ജു വാര്യർ നടത്തിയ പ്രസംഗത്തെ പരോക്ഷമായിട്ട് പരാമർശിച്ചിരിക്കുകയാണ് ദിലീപ്. ഇപ്പോൾ ഈ വിധി വന്നതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരോടൊക്കെ നന്ദി പറയുകയാണ്. അതുപോലെ ഈ 9 വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ലോയേഴ്സ്, അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാമൻപിള്ള സാർ, അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ജീവിതം ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സുജേഷ് മേനോൻ, പിന്നെ എന്റെ കോളേജ് മേറ്റ്, എന്റെ സീനിയർ ആയിരുന്ന ഫിലിപ്പ് ടി വർഗീസ്, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ശുഭ, നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ്, അതുപോലെ സുപ്രീം കോടതിയിലെ മൂൾ റോത്തഗി സാർ, രഞ്ജിത റോത്തഗി, പ്രഗ്യ മാം, വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ്, എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ 9 വർഷക്കാലത്തോളം ജയിപ്പിച്ച, എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരോടെല്ലാം ഒരുപാട് സന്തോഷം. അതെ, ദിലീപിന്റെ വാക്കുകൾ കേൾക്കുകയായിരുന്നു. ദിലീപ് തൻ്റെ കൂടെ നിന്നവർക്കെല്ലാം നന്ദി പറഞ്ഞിരിക്കുന്നു. പോലീസ് ഒരു കള്ളക്കഥ മെനയുകയായിരുന്നു എന്നാണ് ദിലീപ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആ കള്ളക്കഥയുടെ പേരിലാണ് ഈ 7 വർഷവും തനിക്ക് ഈ രീതിയിൽ പോകേണ്ടി വന്നത്. പിന്തുണച്ച എല്ലാവർക്കും നന്ദി പ്രകടിപ്പിച്ചിരിക്കുന്നു ദിലീപ്. പോലീസ് ഒരു കള്ളക്കഥ മെനഞ്ഞു എന്ന് ദിലീപ് പ്രതികരിച്ചിരിക്കുന്നു. കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് ശേഷം ആനന്ദത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ഈ 7 വർഷവും തൻ്റെ കേസിൻ്റെ നാൾവഴികൾക്കൊപ്പം നിന്ന എല്ലാവർക്കും നന്ദി പറയുകയുണ്ടായി ദിലീപ്. ഇപ്പോൾ കോടതിയിൽ നിന്ന് ദിലീപ് പുറത്തേക്ക് പോയിരിക്കുകയാണ്. കുറ്റവിമുക്തനാക്കപ്പെട്ട് ഇതാ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കാൻ പോവുകയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ദിലീപ് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുറ്റവാളിയെ പോലെ അല്ലാതെ ഇനി ഉള്ള ദിവസങ്ങളിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ദിലീപ് പ്രത്യക്ഷപ്പെട്ടു എന്നും വന്നേക്കാം. ദിലീപ്
വന്ന ആ വാഹനം ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നു. സത്യം ജയിച്ചു എന്നാണ് ദിലീപിൻ്റെ പ്രതികരണം. ജയിച്ച സത്യത്തിന് വലിയ വില കൽപ്പിക്കുന്നു. കൂടെ നിന്ന എല്ലാവർക്കും നന്ദി പ്രകടിപ്പിക്കുന്നു. ദൈവത്തിന് നന്ദി പ്രകടിപ്പിക്കുന്നു. ആദ്യമേ ദൈവത്തിന് നന്ദി പ്രകടിപ്പിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു ദിലീപ്. ആ രീതിയിൽ അങ്ങനെ പറയുന്നതിനിടയിൽ പരോക്ഷമായിട്ട് മഞ്ജു വാര്യരുടെ പ്രസംഗത്തെ പരോക്ഷമായിട്ട് പരാമർശിക്കുകയും ചെയ്തു ദിലീപ്. ക്രിമിനൽ പോലീസ് സംഘം, കുറ്റവാളികളായ പോലീസ് സംഘം മെനഞ്ഞ കള്ളക്കഥകളുടെ പിറകെ പോയിട്ടാണ് ഈ പറഞ്ഞ കേസ് ഇങ്ങനെ തനിക്കുമേൽ ആരോപണങ്ങൾ ഉയർത്തി കുറ്റവാളിയാക്കി നിർത്തിയത് എന്ന് ദിലീപ് സൂചിപ്പിച്ചിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ചരിത്രപരമായിട്ടുള്ള വിധി പ്രസ്താവന വന്നിരിക്കുന്നു. ആ വിധി പ്രസ്താവന എന്ന് പറയുന്നത് 1 മുതൽ 6 വരെയുള്ള പ്രതികളാണ് കുറ്റക്കാർ, ബാക്കിയുള്ളവർ കുറ്റക്കാരല്ല എന്നുള്ള നിലയ്ക്കാണ് ദിലീപ് ആ അർത്ഥത്തിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. ആദ്യ 6 പ്രതികളാണ് ഇതിൽ കുറ്റക്കാരായിട്ട് മാറിയിട്ടുള്ളത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിധി വന്നിരിക്കുന്നു. കോടതിയിൽ നിന്ന് പ്രസാദ് കാളിദാസൻ, വിനയ, അതുല്യ എന്നിവർ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ വാർത്തയുടെ തുടർ വാർത്തകൾ ധാരാളം വരേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട തുടർ വാർത്ത വരേണ്ടത് കൃത്യമായിട്ടും ഈ കേസിൽ ഏതൊക്കെ രീതിയിലുള്ള അനുബന്ധ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള നിലയ്ക്ക് തന്നെയായിരിക്കും. മേൽക്കോടതിയെ സമീപിക്കാൻ പോകുന്നത് എന്തൊക്കെ എന്നുള്ള നിലയ്ക്കായിരിക്കും. ആ രീതിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ നാം കടന്നു പോകുന്നത്. ഇവർ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കുള്ള ശിക്ഷ 12-ാം തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നു. 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണെന്നും അവർക്കെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞുവെന്നുമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസ് വിധിന്യായത്തിൽ പറയുന്നത്. ഇവർക്കുള്ള ശിക്ഷാവിധിയാണ് 12-ാം തീയതി പറയാൻ പോകുന്നത്. കേസിലെ 8-ാം പ്രതിയായിരുന്നു ദിലീപ്. ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന കുറ്റം തെളിഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പോലീസ് വലിയ രീതിയിലുള്ളൊരു കള്ളക്കഥ മെനഞ്ഞു. ആ കഥ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. പോലീസിൻ്റെ കള്ളക്കഥ പൊളിഞ്ഞു എന്നാണ് ദിലീപ് ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. താൻ കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് ശേഷമുള്ള ദിലീപിൻ്റെ പ്രതികരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമായിട്ട് നാം അതിനെ കാണണം. പോലീസ് കള്ളക്കഥ മെനഞ്ഞു, ആ കള്ളക്കഥ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. പോലീസിൻ്റെ കള്ളക്കഥ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു എന്നാണ് ദിലീപ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആരാധകർക്ക് നേരെ കൈവീശി കൊണ്ടാണ് ദിലീപ് മുന്നോട്ട് പോയത്. ഒപ്പം അഭിഭാഷകനുണ്ടായിരുന്നു, ദിലീപിൻ്റെ സഹോദരനും കൂടെ ഉണ്ടായിരുന്നു. ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. സനിൽകുമാറിൻ്റെ അഭിഭാഷകനായിട്ടുള്ള വ്യക്തിയുടെ വാക്കുകളാണ് ആ കാര്യം. എന്തായാലും പ്രതിഭാഗം മേൽക്കോടതിയിൽ അപ്പീൽ നൽകും. അതായത് 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ അഭിഭാഷകർ ആ രീതിയിൽ പ്രതിഭാഗം മേൽക്കോടതിയിൽ അപ്പീൽ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. കോടതിക്ക് പുറത്ത് ദിലീപിൻ്റെ ആരാധകർ വിതരണം ചെയ്യുന്ന ലഡു വിതരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ദിലീപ് പുറത്തു വന്നത് ശേഷം ആണ് ഈ പ്രതികരണം നടത്തിയത്. ദിലീപ് മടങ്ങിയിരിക്കുന്നു, കോടതിയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 12-ാം തീയതി ശിക്ഷ വിധിക്കും. 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയിരിക്കുന്നു. NS സുനിൽ അഥവാ പൾസർ സുനി, മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VP വിജീഷ്, H സലീം അഥവാ വടിവാൾ സലീം, പ്രദീപ് എന്നീ പ്രതികളാണ് കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഓർക്കുക, 2017 ഫെബ്രുവരി 17 അങ്കമാലിയിൽ വെച്ച് വാഹനത്തിൽ അതിക്രമിച്ചു കയറി നടിയെ പീഡിപ്പിക്കുകയും അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത എന്ന കേസിൽ കൂട്ടബലാത്സംഗം നടന്നു എന്ന് തന്നെ കോടതി കൃത്യമായും ഈ വിധി പ്രസ്താവത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. അതുല്യ വിവരങ്ങൾ നൽകുന്നു. കേസിന്റെ നാൾവഴികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. 15 പ്രതികളാണ് ഈ ഒരു കേസിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 അഭിഭാഷകരും 3 പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം 15 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 10 പ്രതികളാണ് വിചാരണ നേരിട്ടത്. അതായത് ചലച്ചിത്ര അഭിനേതാവായിട്ടുള്ള ദിലീപ് അടക്കം 10 പ്രതികളാണ് വിചാരണ നേരിട്ടത്. അതിൽ തന്നെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ, 1-ാം പ്രതിയായ പൾസർ സുനി, അതായത് NS സുനി, അതുപോലെ തന്നെ മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, വിജേഷ്, വടിവാൾ സലീം എന്ന സലീം, പ്രദീപ് എന്നിങ്ങനെയുള്ള 6 പ്രതികളാണ് ഈ ഒരു കുറ്റകൃത്യത്തിൽ, അതായത് ഓടുന്ന കാറിൽ വെച്ച് ഈ ഒരു നടിയെ ബലാത്സംഗം ചെയ്തു, കൂട്ടബലാത്സംഗം ചെയ്തു എന്നതടക്കമുള്ള നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 6 പ്രതികളാണ്
ഇപ്പോൾ കുറ്റവിമുക്തരാകാതെ ഉള്ളത് ബാക്കി 4 പ്രതികൾ, അതായത് ദിലീപ്, ചാർലി തോമസ്, ഇവരെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നതടക്കം പറയുന്ന 7ാം പ്രതിയായിട്ടുള്ള ചാർലി തോമസ്, 9ാം പ്രതിയായിട്ടുള്ള സനിൽ കുമാർ അഥവാ മേസ്തിരി സനിൽ എന്നറിയപ്പെടുന്ന സനിൽ കുമാർ, 10ാം പ്രതിയായ ശരത് ജി നായർ എന്നിവരാണ് ഇതിൽ കുറ്റവിമുക്തരാക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ 2 അഭിഭാഷകർ, അതായത് അഭിഭാഷകനായിട്ടുള്ള രാജു ജോസഫ്, അഭിഭാഷകനായിട്ടുള്ള പ്രതീഷ് ചാക്കോ എന്നിവരെ ജില്ലാ കോടതി നേരത്തെ കുറ്റവിമുക്തരാക്കിയിരുന്നു. 3 പോലീസ് ഉദ്യോഗസ്ഥരെ മാപ്പു സാക്ഷികളുമാക്കിയിരുന്നു. അങ്ങനെ 15 പ്രതികളിൽ 6 പ്രതികൾ കുറ്റക്കാരൻ തെളിഞ്ഞിരിക്കുന്നു. 5 പ്രതികളെ നേരത്തെ മാപ്പു സാക്ഷികളാക്കുകയും വെറുതെ വിടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതിൽ നടൻ ദിലീപ് അടക്കമുള്ള 4 പ്രതികളെ കൂടി കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ്. എന്നാൽ അതേസമയം ഈ കോടതിയുടെ ഈ ഒരു ഉത്തരവിനെതിരെ, വിധിക്കെതിരെ പ്രോസിക്യൂഷൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതായത് ദിലീപിനെതിരെ ബലാത്സംഗം അടക്കമുള്ള കുറ്റം തെളിഞ്ഞിട്ടില്ല, അത് ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്നുള്ള അതിനെ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നുള്ള കോടതിയുടെ ആ ഒരു വിധിക്കെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. കൃത്യമായും ഈ ഒരു കേസിൽ നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു നിലപാടാണ് പ്രോസിക്യൂഷനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് നേരത്തെ തന്നെ നമ്മൾ ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം ഈ ഒരു കേസിൽ ഗൂഢാലോചനയടക്കമുള്ള കാര്യങ്ങൾ ദിലീപ് നടത്തി, ഈ ഒരു ഗൂഢാലോചനയുടെ മുഖ്യ സൂത്രധാരൻ ദിലീപാണ് എന്നുള്ള ആ ഒരു കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു കാരണം ചൂണ്ടിക്കാണിച്ചാണ് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത്. എന്നാൽ അതിനെതിരെ ഇപ്പോൾ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ് വിശദമാക്കിയിട്ടുള്ളത്. പോലീസിനും അതുപോലെ തന്നെ പ്രോസിക്യൂഷനുമെതിരെ വലിയ ആരോപണങ്ങൾ ഇപ്പോൾ ഈ ഒരു വിധി വന്നതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ നടനായിട്ടുള്ള ദിലീപ് ഉന്നയിച്ചിരുന്നു. അതായത് താനാണ് യഥാർത്ഥത്തിൽ ഗൂഢാലോചനയ്ക്ക് ഇരയായത്, തനിക്കെതിരെ പോലീസ് അടക്കമുള്ളവർ ചേർന്ന് ഗൂഢാലോചന നടത്തുകയായിരുന്നു. അതായത് ഈ കേസിൽ ശരിക്കും മുഖ്യപ്രതിയാകേണ്ടിയിരുന്ന ഒരു നടിയെ കൂട്ടുപിടിച്ചുകൊണ്ട് തനിക്കെതിരെ പോലീസ് ഗൂഢാലോചന നടത്തുകയായിരുന്നു എന്നാണ് ദിലീപ് ഒരു വാദം ഉന്നയിച്ചത്. അത്തരത്തിൽ പോലീസിനെതിരെ അതാണ് ഒരു പക്ഷേ മഞ്ജു വാര്യരെ കുറിച്ചുള്ള പരാമർശം എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ പറയാവുന്നത്. അതായത് ഈ സംഭവം നടന്നതിന് ശേഷം അതിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ട് നടന്ന യോഗത്തിൽ ഇതൊരു ക്രിമിനൽ ഗൂഢാലോചന നടന്നു എന്ന് സൂചിപ്പിച്ചിരുന്നത് അവരാണ്. അപ്പോൾ ആ അർത്ഥത്തിലായിരിക്കാം അല്ലേ? തീർച്ചയായും. അതായത് ഒരു നടിയുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗൂഢാലോചന നടന്നു എന്നുള്ള മഞ്ജു വാര്യരുടെ ആ ഒരു വാദത്തിന്റെ ചുവട് പിടിച്ചാണ് തനിക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയത് എന്നുള്ളതാണ് ദിലീപിന്റെ വാദം. അത്തരത്തിൽ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് പോലീസ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്ന രീതിയിലാണ് ദിലീപ് പ്രതികരിച്ചത്. ആ ഒരു അതുല്യ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ, അതായത് ഇതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത്, ഇതിന്റെ മൂലാധാരം എന്ന് പറയുന്നത് ഈ മഞ്ജു വാര്യർ നടത്തിയ ആ പ്രസ്താവനയാണ്. ക്രിമിനൽ ഗൂഢാലോചന നടന്നു എന്ന് പറയുമ്പോൾ ആ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൂചനകൾ ഏറ്റവും ആദ്യം അറിയാനും ഒക്കെ കഴിയുന്ന ഒരു വ്യക്തിയാണ് ജീവിത പശ്ചാത്തലം കൊണ്ട് അവർ എന്ന് പറയുന്നത്. ഇപ്പോൾ മേൽക്കോടതിയെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ രീതിയിൽ വീണ്ടും നീണ്ടുപോകും. കാരണം ഇപ്പോൾ തന്നെ വിചാരണ കോടതിയുടെ നടപടി അന്തിമമല്ല എന്ന് പറയുമ്പോൾ തന്നെയും വിചാരണ കോടതിക്ക് ഈ 7 വർഷം വേണ്ടി വന്നു. അത്രത്തോളം സങ്കീർണമായിട്ടുള്ള ഒരു കേസായതുകൊണ്ടാണ് ഈ 7 വർഷത്തിലേക്ക് അത് നീണ്ടു പോയത്. തുടരെയുള്ള ഹർജികളടക്കമുള്ള അനുബന്ധ ഹർജികളിലൂടെ പോയി 7 വർഷം നീണ്ടു എന്ന് പറയുമ്പോൾ തന്നെ, അപ്പോൾ ഇനി മേൽക്കോടതിയിലേക്ക് പോയാലും ഇതിന് സമാനമായിട്ടുള്ള ഇത്രയധികം സങ്കീർണമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ വർഷങ്ങൾ നീണ്ട ഒന്നിൽ ഒരു വിചാരണ കോടതിയുടെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നൽകപ്പെടുന്ന ഹർജി അതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിന് കോടതി പലവട്ടം ആലോചിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്ന് മാത്രമല്ല, ഇതേപോലെയുള്ള സമയ ദൈർഘ്യം അതിനും വേണ്ടി വന്നു എന്ന് വന്നേക്കാം. ഒപ്പം തന്നെ ഈ പറഞ്ഞ കാര്യം, ഈ പറഞ്ഞ യഥാർത്ഥ പ്രതി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് താൻ ഈ ഒരു ഗൂഢാലോചനയ്ക്ക് ഇരയായത് എന്ന് വിചാരണ കോടതിയുടെ അന്തിമമായിട്ടുള്ള തീർപ്പ് കൽപ്പിക്കപ്പെട്ട് കുറ്റവിമുക്തനാക്കപ്പെട്ട് ഇപ്പോൾ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റക്കാരനല്ലാത്ത ദിലീപ് പറഞ്ഞ ആ വാക്കുകൾ വളരെ പ്രസക്തമായി തീരുകയും ചെയ്തേക്കാം അല്ലേ?
തീർച്ചയായും ഒരുതരം റിവേഴ്സ് ഇരവാദം എന്ന് പറയുന്ന രീതിയിലുള്ള വാദങ്ങൾ നമ്മൾ ഇത്തരത്തിലുള്ള കേസുകളിൽ സ്ഥിരം കാണുന്ന ഒരു പതിവ് ശൈലിയാണ് എന്നുള്ളതാണ്. യഥാർത്ഥ പ്രതിയെ കൂട്ടുപിടിച്ചുകൊണ്ട് തനിക്കെതിരെ പോലീസ് കള്ളക്കഥ മെനഞ്ഞു. ഈ ഒരു ക്രിമിനൽ ഗൂഢാലോചന, നടിയെ ആക്രമിച്ച കേസിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള മഞ്ജു വാര്യരുടെ ആ ഒരൊറ്റ വാചകത്തിന്റെ പിന്തുടർന്നാണ് കേസിൽ മുഴുവൻ അന്വേഷണവും നടന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടുള്ള ദിലീപ് വാദിക്കുന്നത്. എന്നാൽ അതേസമയം ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ഇതിലും അധികം സങ്കീർണമായ നടപടികളിലൂടെയായിരിക്കും കടന്നു പോകേണ്ടത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ഒരു മോട്ടീവ് അല്ലെങ്കിൽ ദിലീപിന് ഇത്തരത്തിലുള്ള ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു. ആ ഒരു വൈരാഗ്യം ഇത്തരത്തിലുള്ള കുറ്റകൃത്യം നടത്തുന്നതിനുള്ള മോട്ടീവായി കണക്കാക്കാം എന്നുള്ള ആ ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു കാര്യമാണ് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയാതെ പോയത്. അതായത് ഒരു പ്രേരണ കുറ്റം ചുമത്തുമ്പോൾ ആ പ്രേരണയ്ക്ക് ഉതകുന്ന മോട്ടീവ് അല്ലെങ്കിൽ അതിന് ഇയാളെ നയിക്കുന്ന ഘടകം, അത്തരത്തിലൊരു ഘടകം ദിലീപിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അതായത് ഈ നടിയോട് വൈരാഗ്യം തോന്നാനുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാരണം ദിലീപിന്റെ ഭാഗത്ത് ഉണ്ടോ എന്നുള്ളത് തെളിയിക്കേണ്ട ആ ഒരു കാര്യമാണ് പ്രോസിക്യൂഷന് കഴിയാതെ പോയത്. പക്ഷെ അത് തെളിയിക്കുന്നതിനാവശ്യമായ മെമ്മറി കാർഡുകളും ഡിജിറ്റൽ തെളിവുകളും അടക്കമുള്ളവയുടെ കാര്യത്തിലുള്ള അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അതായത് ഈ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിക്കപ്പെട്ടു, 3 തവണ തുറന്ന് പരിശോധിക്കപ്പെട്ടു എന്നത് ആ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്നുള്ള സാങ്കേതിക പരിശോധനയിൽ വ്യക്തമായിട്ടുള്ളതാണ്. ആ മെമ്മറി കാർഡിന്റെ സാങ്കേതിക പരിശോധനയ്ക്ക് ശേഷം അത് 3 തവണ അത് ടാമ്പർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ടാമ്പർ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഈ ഹാഷ് വാല്യൂ മാറിയതിൽ നിന്ന് വ്യക്തമാണ്. അതിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അത് ആര് ചെയ്തു, എന്തിനു ചെയ്തു, എപ്പോൾ ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഒരു ഗൂഢാലോചനയും തെളിഞ്ഞിട്ടില്ല എന്നുള്ള, അല്ലെങ്കിൽ പ്രോസിക്യൂഷന് ഇത് സംശയാതീതമായി വളരെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസുകളുടെ അടിസ്ഥാനത്തിൽ തെളിഞ്ഞിട്ടില്ല എന്നുള്ള കാരണത്തിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും വിധി പഠിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുമെന്നും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കുമ്പോഴും കേസ് ഹൈക്കോടതിയിൽ എത്തുകയാണെങ്കിൽ ഇതിലും ബൃഹത്തായ ഒരു വിചാരണ കാലയളവായിരിക്കും നേരിടാൻ പോകുന്നത്. കാരണം ആദ്യഘട്ടം മുതലുള്ള ഓരോന്നും ഇഴകീറി പരിശോധിക്കുകയും ഇതെല്ലാം വീണ്ടും വളരെ വലിയൊരു സ്ക്രൂട്ടിനിക്ക് വിധേയമാവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോഴും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ ഡിജിറ്റൽ തെളിവുകളുടെ കാര്യത്തിൽ കൂടുതൽ ആഴത്തിലുള്ള പരിശോധനയും വിചാരണയും വേണ്ടിവരും. അത് ഇതിലും വലിയ സമയം എടുക്കുന്ന വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് അത് പോകും. തീർച്ചയായും ഇത് എന്തായാലും ഈ ഒരു ഇനി അതിജീവിത കൂടി ഇതിൽ കക്ഷി ചേരുകയും ഹൈക്കോടതിയെ സമീപിക്കാനും ഒരുങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഹൈക്കോടതി ഈ ഒരു കേസ് പരിഗണിക്കുകയാണെങ്കിൽ വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു നടപടികളിലേക്ക് അത് പോകും എന്നത് 100% ഉറപ്പാണ്. എന്തായാലും ഇപ്പോൾ പ്രോസിക്യൂഷന്റെ നിലപാട് എന്ന് പറയുന്നത് വിധിയിൽ തൃപ്തരല്ല എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ പഠിച്ച ശേഷം വിധിപ്പകർപ്പ് കൂടുതൽ പഠിച്ചതിന് ശേഷം വേണ്ട തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മേൽക്കോടതിയെ സ്വാഭാവികമായും വിചാരണ കോടതിയിൽ നിന്ന് ഈ ഒരു ഉത്തരവ് വരികയാണെങ്കിൽ സ്വാഭാവികമായും ഹൈക്കോടതിയെ തന്നെയാണ് സമീപിക്കുക. അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. ശരി അതുല്യ, കോടതിയിൽ നിന്ന് പ്രസാദ് കാളിദാസനും വിനയും ചേരുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയ ശേഷം അവരെ ഇപ്പോൾ ജയിലിലേക്ക് വിടുകയുണ്ടായോ? ഒപ്പം തന്നെ കോടതി പരിസരത്ത് ഇപ്പോൾ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു? ലഡു വിതരണം തുടരുകയാണോ? ലഡു വിതരണം ചെയ്തതിൻ്റെ പേരിൽ അതുമായി ബന്ധപ്പെട്ട് ചില കയ്യേറ്റ ശ്രമങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്താണ് കോടതിയുടെ പരിസരത്ത് ഇപ്പോൾ ഉള്ളൊരു അന്തരീക്ഷം? MS ഇപ്പോൾ നിലവിലൊന്ന് ശാന്തമായിരിക്കുന്നു. ദിലീപ് ഇതിന് ശേഷം നിരവധി ആരാധകർ ഈ കോടതി വളർത്തിലുണ്ടായിരുന്നു. അവരുടെ ആഹ്ലാദപ്രകടനം ഉണ്ടായിരുന്നു, അവരുടെ ലഡു വിതരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടടങ്ങി ആരാധകർക്ക് തിരിച്ച് മടങ്ങുന്ന ഒരു സാഹചര്യമാണ്. തിരിച്ച് മടങ്ങിയിരിക്കുന്നു. കുറ്റവിമുക്തനായതിന്റെ സന്തോഷം മാധ്യമങ്ങളോടടക്കം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. 10 വരെയുള്ള പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. അതിൽ നേരിട്ട് ഈ ഒരു കുറ്റകൃത്യത്തിൽ നേരിട്ടിടപെട്ട 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കാണ് ഇപ്പോൾ ശിക്ഷാവിധി. അത് 12-ാം തീയതിയാണ്. 12-നാണ് ശിക്ഷാവിധി ഉണ്ടാവുക. അതുവരെ അവരുടെ ജാമ്യം നിഷേധിച്ച്, അതായത് ജാമ്യം റദ്ദാക്കി കസ്റ്റഡിയിലാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആഹ്ലാദ പ്രകടനമായിരുന്നു ഈ കുറ്റവിമുക്തനായി എന്ന് പറഞ്ഞപ്പോൾ. ആരാധകരുടെ സന്തോഷമൊക്കെ തന്നെ പുറത്ത് നമുക്ക് വ്യക്തമായിരുന്നല്ലോ.
തീർച്ചയായും ദിലീപ് കുറ്റവിമുക്തനാണ് എന്ന് പറഞ്ഞപ്പോൾ മുതൽ തന്നെ പുറത്ത് ആരാധകരുടെ ഒരു വലിയ ആഹ്ലാദ പ്രകടനം തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ലഡു അടക്കം വിതരണം ചെയ്തുകൊണ്ടായിരുന്നു ആരാധകർ ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നത്. മറ്റൊന്ന്, ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം തന്നെ ഈ ഒരു കോടതി സമുച്ചയത്തിൽ ദിലീപിന്റെ കേസ് നടക്കുന്നത് കൊണ്ട് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ വിധി കുറ്റവിമുക്തനാണ് എന്ന് കോടതി വിധി പ്രസ്താവിച്ച ശേഷം തന്നെ ഈ ആരാധകർ വലിയ തരത്തിലുള്ള ആഹ്ലാദ പ്രകടനം ദിലീപിനെതിരെ മനഃപൂർവ്വമായിട്ടുള്ള ഒരു കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ആരാധകർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ ഈ കോടതിയിൽ നിന്നും ദിലീപ് ഇറങ്ങി വരുമ്പോൾ ഉണ്ടായിരുന്ന ദൃശ്യം അത്രത്തോളം ആഹ്ലാദ പ്രകടനം, അത്ര വലിയ ജനാവലി തന്നെയായിരുന്നു, വലിയൊരു ജനാവലിയായിരുന്നു. അതായത് ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. ഇത്തരത്തിലൊരു വിധി കേൾക്കാനായാണ് തങ്ങൾ കാത്തിരിക്കുന്നതെന്നാണ് പല ആരാധകരും ഇവിടെ നിന്ന് നമ്മളോട് അടക്കം പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും ദിലീപിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ അല്ലെങ്കിൽ ഒരു ശുഭവാർത്ത അല്ലെങ്കിൽ വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് നടൻ ദിലീപിനെ സംബന്ധിച്ച്. ദിലീപിന്റെ ഭാവിയടക്കം അല്ലെങ്കിൽ സിനിമാ ഭാവിയടക്കം അവതാളത്തിലാകും അല്ലെങ്കിൽ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കുമെന്നുള്ളൊരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഇന്നത്തെ വിധി അല്ലെങ്കിൽ ഈ ഒരു വിധിയായിരുന്നു നടൻ ദിലീപ് അടക്കം. ഞാനത് കോടതി മുറിയിൽ നിന്ന് ഞാനത് കണ്ടു. കാരണം അദ്ദേഹം അത് കണ്ണടച്ച് കേൾക്കുക കൂടിയായിരുന്നു. വളരെ എനിക്ക് തോന്നുന്നു ഏറ്റവും ചുരുങ്ങിയ സമയത്ത് അല്ലെങ്കിൽ 8 വർഷം മുമ്പ് നടന്ന സംഭവം, 6 വർഷം നീണ്ട വിചാരണ നടപടികൾ, ഇതെല്ലാം കൂടി ഈ ഒരു ശിക്ഷാവിധി എന്ന് പറയുന്നത് ഒരു 9 മിനിറ്റിലേക്ക് ചുരുങ്ങിയ ഒരു കാഴ്ചയാണ് കോടതി മുറിയിൽ കാണാൻ സാധിച്ചത്. കാരണം 9 മിനിറ്റ് കൊണ്ട് 11 മണിക്ക് കൃത്യം 11 മണിയോടുകൂടി തന്നെ ഹണി എം വർഗീസ് ജഡ്ജി എത്തുന്നു. ഇതിനെ സംബന്ധിച്ചുള്ള ആദ്യ നടപടിക്രമങ്ങൾ, ഈ പേര് ക്രമങ്ങൾ, കുറ്റങ്ങൾ എല്ലാം കൃത്യമായി വായിക്കുന്നു. അതായത് അവരുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റങ്ങളൊക്കെ തന്നെ വായിക്കുന്നു. പിന്നീട് പെട്ടെന്ന് വിധിയിലേക്ക് കടക്കുന്നു. അതിനുശേഷം 12ലേക്ക് ഇത് മാറ്റിവെക്കുന്നു. ഇതെല്ലാം 9 മിനിറ്റ് നീണ്ട ഒരു വിധി പ്രസ്താവം തന്നെയാണ്. കുറ്റാരോപിതനല്ല എന്ന് കോടതി പറഞ്ഞപ്പോൾ തന്നെ ഈ ദിലീപിന്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു. മഞ്ജുവിനെതിരെ ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തനിക്കെതിരെ മനഃപൂർവ്വം ഗൂഢാലോചന നടത്താൻ ശ്രമിച്ചു, താനാണ് കുറ്റക്കാരൻ എന്ന് മനഃപൂർവ്വം ചിലർ വരുത്താൻ ശ്രമിച്ചു, മാധ്യമങ്ങളടക്കം അതിന് ഒത്താശ ചെയ്തുവെന്നാണ് ദിലീപ് പറഞ്ഞത്. അതിന് പറയാൻ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മഞ്ജു വാര്യരുടെ ഒരു മൊഴിയാണ് ദിലീപിലേക്ക് ഒരു സംശയം എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് മഞ്ജു വാര്യർ ഒരു വേദിയിൽ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 17, 2017 ഈ സംഭവം നടക്കുന്നത്. ഫെബ്രുവരി 19 ഈ നടിക്ക് അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പൊതുവേദി ഒരുക്കിയിരുന്നു. അതെ, ഇവിടെ തന്നെ ഈ കൊച്ചിയിൽ തന്നെ ഒരു താരസംഘടനയായ അമ്മ ഒരുക്കിയിരുന്ന ആ വേദിയിൽ മഞ്ജു വാര്യർ അന്ന് പറഞ്ഞ വാക്കുകൾ പിന്നീട് ജനം ഏറ്റെടുത്ത് അല്ലെങ്കിൽ അത് മാധ്യമങ്ങളടക്കം അത്രയധികം ശ്രദ്ധിച്ച് അത് അത്രത്തോളം കൃത്യമായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയായിരുന്നു അന്ന് മഞ്ജു വാര്യർ നടത്തിയിരുന്നത്. കാരണം ഗൂഢാലോചന, നടിയെ ആക്രമിക്കപ്പെട്ടതിൽ ഗൂഢാലോചന സംശയിക്കുന്നു എന്ന് പോലും അല്ല പറഞ്ഞത്, ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അതല്ലെങ്കിൽ വ്യക്തമായ ഒരു സൂചന നൽകുന്ന തരത്തിലായിരുന്നു അന്ന് ആ ചടങ്ങിന് നടൻ ദിലീപും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ദിലീപ് ഇന്നും പറഞ്ഞത്. കാരണം അന്ന് മഞ്ജു വാര്യർ ആ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ മുതൽ തന്നെ തനിക്കെതിരെ സംശയ നിഴലുണ്ട്, തന്നെ സംശയക്കാരനാക്കുന്നുണ്ട്, തനിക്കെതിരെ കുറ്റം ആരോപിക്കുന്ന തരത്തിലാണ് എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്ന കാര്യങ്ങളായിരുന്നു ഇന്ന് ദിലീപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മഞ്ജു വാര്യർ പറഞ്ഞ ആ ഒരു പ്രസ്താവനയ്ക്ക് മേലാണ് തനിക്കെതിരെ ഈ ഒരു ആശയം അല്ലെങ്കിൽ താൻ കുറ്റക്കാരനാണ് എന്ന തരത്തിലുള്ള ഒരു സംശയം ഉടലെടുത്തിട്ടുണ്ടായിരുന്നത്, കേസ് നടന്നിട്ടുണ്ടായിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് ദിലീപ് അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം. ഇന്നിപ്പോൾ ഈ ഗൂഢാലോചന തെളിയിക്കാൻ സാധിച്ചില്ല, തെളിവ് നശിപ്പിക്കൽ തെളിയിക്കാൻ സാധിച്ചില്ല. ദിലീപിനെതിരെ പ്രധാനമായും ഈ 2 വകുപ്പുകളായിരുന്നു ചുമത്തിയിട്ടുണ്ടായിരുന്നത്. അത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് 1 മുതൽ 10 വരെയുള്ള പ്രതികൾ, അതിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികളാണ് ഇതിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ളത്. അതല്ലെങ്കിൽ ഈ ഒരു കുറ്റകൃത്യം നടന്ന സമയത്ത് ഇതിൽ ഇടപെട്ടിട്ടുള്ളത്. ബാക്കിയുള്ള 7 തൊട്ട് 10 വരെയുള്ള പ്രതികൾ, അതിൽ 8ാം പ്രതി ദിലീപാണ്. 7ാമത്തെ പ്രതി എന്ന് പറയുന്നത് ചാർലി തോമസ്. ഇവർക്ക് ഒളിച്ച് താമസിക്കാൻ അല്ലെങ്കിൽ ഒളിവിൽ താമസിക്കാനായുള്ള സൗകര്യങ്ങൾ, അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കി എന്നുള്ളതാണ് ഈ ചാർലി തോമസിന് മേലുള്ള കുറ്റം. 8ാം പ്രതി ദിലീപ് ഗൂഢാലോചനയാണ്, കോൺസ്പിരസിയാണ്. 9ാം പ്രതി മേസ്തിരി സനൽ ഈ ജയിലിൽ വേണ്ട സഹായങ്ങൾ ചെയ്തു എന്നുള്ള കുറ്റമാണ്. ഒപ്പം 10ാം പ്രതി ദിലീപിന്റെ സുഹൃത്തായിട്ടുള്ള ഇത്തരത്തിലുള്ള തെളിവ് നശിപ്പിക്കൽ. ശരത്ത്. അപ്പോൾ ഈ 10, അതായത് 7 തൊട്ട് 10 വരെയുള്ള
വരെയുള്ള പ്രതികൾ, അതായത് ആ പ്രതികൾ നേരിട്ടല്ല ഇടപെട്ടത്. അവർ ഇത്തരത്തിലുള്ള തെളിവ് നശിപ്പിക്കുക, അല്ലെങ്കിൽ ഈ ഒളിത്താവളം ഒരുക്കി കൊടുക്കുക, ഗൂഢാലോചന, സഹായം നൽകുക, ഇത്തരത്തിലുള്ളതാണ്. 1 തൊട്ട് 6 വരെയുള്ള പ്രതികളിൽ ഇതെല്ലാം കൂടി ഉൾപ്പെട്ട് അതിന്റെ കൂടെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, ബലാത്കാരമായി പിടിച്ചുവെക്കൽ, ബലാത്സംഗം, ഈ കുറ്റകൃത്യങ്ങളൊക്കെയാണ് അവരുടെ മേൽ ചുമത്തപ്പെട്ടത്. അപ്പോൾ ഇത് മാത്രമാണ് ഇപ്പോൾ തെളിഞ്ഞത്. അല്ലെങ്കിൽ നേരിട്ടിടപെട്ട 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെയുള്ള കുറ്റങ്ങളാണ് ഇപ്പോൾ തെളിഞ്ഞത്, കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. 7 തൊട്ട് 10 വരെയുള്ള ദിലീപ് അടക്കമുള്ള പ്രതികളുടെ മേലുള്ള കുറ്റങ്ങൾ ഇല്ല, അതിന് സാധ്യതയില്ല, അത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല, പ്രോസിക്യൂഷൻ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വിധി എന്ന് പറയുന്നത്. ആ ഒരു വിധിക്ക് വേണ്ടിയാകാം നടൻ ദിലീപും കാത്തിരുന്നത്. ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിജീവിത എത്തരത്തിലൊരു നീക്കം നടത്തും, അല്ലെങ്കിൽ 1 മുതൽ 6 വരെയുള്ള നേരിട്ടിടപെട്ട പ്രതികൾക്ക് മാത്രമേ ശിക്ഷ ലഭിച്ചിട്ടുള്ളൂ. 7 മുതൽ 10 വരെയുള്ള പ്രതികൾക്ക് ഈ വെറുതെ വിട്ട നടപടിക്കെതിരെ അതിജീവിത പോകുമോ എന്നുള്ളതൊക്കെയാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. രാവിലെ അഭിഭാഷക, അതായത് നടിയുടെ അഭിഭാഷകയായിട്ടുള്ള TB മിനി മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് പ്രതികൾക്കെതിരെ ശക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ട്, തങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് എന്നായിരുന്നു TB മിനി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ ദിലീപ് അടക്കമുള്ള പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുമെന്നൊരു അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം അവർ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ സാഹചര്യത്തിൽ ഇനി തുടർ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ നടി തന്നെ ഹൈക്കോടതിയിൽ വീണ്ടും ഒരു അപ്പീലിന് പോകാനുള്ള സാധ്യത അടക്കം നമുക്കതൊരു സാധ്യതയായി കാണാനേ സാധിക്കൂ. എത്തരത്തിൽ വേണമെങ്കിലും നടിയുടെ അഭിഭാഷകയ്ക്ക് നടിക്ക് മുമ്പോട്ട് പോകാം. അല്ലെങ്കിൽ ഈ 7 മുതൽ 10 വരെയുള്ള പ്രതികൾക്ക് ഈ കുറ്റം, അവരുടെ മേൽ കുറ്റം ചുമത്തപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്തൊരു സാഹചര്യം, അതിനെ അതിജീവിത എങ്ങനെ നോക്കിക്കാണും, അതിജീവിതയുടെ അഭിഭാഷക അതിനെ എങ്ങനെ നോക്കിക്കാണും, അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഇനി ഈ കേസിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്. നടൻ ദിലീപ് കുറ്റവിമുക്തനായി, അതിനുള്ള വിധി പ്രഖ്യാപിച്ചു, വെറുതെ വിട്ടു. പക്ഷേ ഇനി അങ്ങോട്ടും നിയമ നടപടികൾ അവസാനിക്കുന്നില്ല എന്നുള്ളൊരു സൂചന കൂടി നൽകുന്നതാണ് ഇപ്പോൾ നിലവിലെ ഈ വിധി പ്രസ്താവം എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യവിന്. ഒരുപക്ഷെ ദിലീപ് നേരത്തെ തന്നെ മനസ്സിലാക്കി കാണും താൻ കുറ്റവിമുക്തനാകുമെന്നൊരു ഇത് ദിലീപിന് ഉണ്ടാകുമെന്നത്. അടക്കം തന്നെ പരിപാടികളിൽ ദിലീപ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് വാർത്തകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെയായിരിക്കും ഒരുപക്ഷെ ദിലീപ് എന്ന കോടതി മുറിയിൽ ഹാജരായിട്ടുണ്ടാവുക. എന്തായാലും എടുത്തു പറയേണ്ടത് 2017 നടന്ന സംഭവം 25-ലാണ് വിധി വരുന്നത്. അതായത് 8 വർഷം നീണ്ടു നിന്ന സംഭവം നടന്ന 8 വർഷം, വിചാരണ നടപടികൾ തുടങ്ങി 6 വർഷം. അങ്ങനെ 6 വർഷത്തെ വിചാരണ നടപടി, അതിൽ പല തടസ്സങ്ങളും ഇതിനിടയ്ക്ക് നേരിട്ടു. കൂറുമാറ്റങ്ങൾ കണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടക്കം നടിക്കൊപ്പം നിന്ന പലരും പിന്നീട് കൂറുമാറുന്ന സാഹചര്യം താൻ കണ്ടു. അല്ലെങ്കിൽ ദിലീപിന് നടിയോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന പോലീസ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയവർ തന്നെ പിന്നീട് കോടതിയിൽ പോയി തനിക്കൊന്നും അറിയില്ല, തനിക്ക് ഓർമ്മയില്ല, താനൊന്നും കണ്ടില്ല, താനൊന്നും കേട്ടില്ല തുടങ്ങിയ മൊഴി മാറ്റം. അതായിരുന്നു പ്രോസിക്യൂഷനെ സംബന്ധിച്ച് നോക്കുക, അല്ലെങ്കിൽ അഭിഭാഷകരെയും അന്വേഷണ സംഘത്തെയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയാൻ സാധിക്കും. മറ്റൊന്ന്, അന്നത്തെ അമ്മ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന ഇടവേള ബാബു ആദ്യം നടി തനിക്ക് ഈ നടനെതിരെ പരാതി തന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് പറയുന്നു. കോടതിയിലേക്ക് പോകുമ്പോൾ അതും മാറ്റി പറയുന്നു. അത്ര കൂറമാറ്റങ്ങളുടെ വർഷം എന്ന് തന്നെ പറയാൻ സാധിക്കും. അതും പല കാര്യങ്ങളും ഈ ഘട്ടങ്ങളിലൊക്കെ കോടതിക്ക് മുന്നിൽ വന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വാദപ്രതിവാദത്തിന്റെ ഭാഗമായി പല കാര്യങ്ങളും, അല്ലെങ്കിൽ ദിലീപിന്റെ ആദ്യ ഭാര്യയും രണ്ടാം ഭാര്യയുമായി ബന്ധപ്പെട്ട് ഈ നടി, ഈ അതിജീവിതയുടെ റോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ആദ്യ ഭാര്യ, ഈ രണ്ടാം ഭാര്യ കാവ്യവുമായുള്ള ബന്ധം ആദ്യ ഭാര്യ അറിയുന്നത്, അല്ലെങ്കിൽ ഇവർ വിവാഹ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാലത്ത്, ആദ്യ ഭാര്യ മഞ്ജു വാര്യരും ദിലീപും വിവാഹ ബന്ധത്തിൽ ഉണ്ടായിരുന്ന ആ കാലത്ത്, വിവാഹബന്ധം വേർപ്പെടുത്താത്തതിന് മുമ്പത്തെ ആ ഒരു കാലത്ത് ദിലീപിന് കാവ്യയുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് അറിയിച്ചത് അതിജീവിത. പല പേരുകളിൽ ഫോൺ നമ്പറുകൾ ഫോൺ സേവ് ചെയ്തിരുന്നു. ഈ വ്യാസൻ എന്നുള്ള പേരിൽ സേവ് ചെയ്തിരുന്നു. ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോണിലും പല പേരുകളിലുമൊക്കെ. ഇതൊക്കെ കോടതിയിലെ വാദപ്രതിവാദങ്ങളായി വന്ന ചില
കാര്യങ്ങളാണ്, ചില പരാമർശങ്ങളാണ്. എന്നാൽ അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. അത് അത്രത്തോളം തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ വകുപ്പുകളിലേക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൂടുതൽ നടപടികളിലേക്കോ ഒക്കെ തന്നെ കടന്നു വന്നേനെ. ഇതിൽ ഒരു വകുപ്പ് പോലും ഇപ്പോൾ ദിലീപിന് മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന ഒരു വകുപ്പ് പോലും പ്രോസിക്യൂഷൻ അത് തെളിയിക്കാൻ സാധിച്ചില്ല, തെളിവുകൾ നിർത്താൻ സാധിച്ചില്ല. ഇപ്പോൾ അതിന്റെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസസ്, ഈ സാഹചര്യ തെളിവുകൾ കൃത്യമായി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ശിക്ഷ ദിലീപിന് ലഭിച്ചേനെ. പക്ഷേ അത് ലഭിച്ചില്ല, അത് തെളിയിക്കാൻ സാധിച്ചില്ല, പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ദിലീപ് ഈ കേസിൽ, നടി ആക്രമിക്കപ്പെട്ട കേസിൽ കേരളത്തിൽ വലിയൊരു കോളിളക്കം, സാധിക്കില്ല, രാജ്യം തന്നെ, അതെ, കേരളത്തിൽ വലിയ, അതായത് രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിലേക്കൊരു മൂവ്മെന്റ് നടന്ന ഒരു സംഭവം അതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് ഇതാണ്. ഈ അതിജീവിതക്കെതിരായ ഈ ഒരു ആക്രമണമാണ്. പിന്നീട് രാജ്യത്തിലാദ്യമായി സിനിമയിലെ സ്ത്രീകൾ ഒരു കൂട്ടായ്മ തുടങ്ങുന്നു, അത് രാജ്യം മൊത്തം ചർച്ച ചെയ്യപ്പെടുന്നു, ഹേമ കമ്മിറ്റി രൂപപ്പെടുന്നു, പിന്നീട് അതിന്റെ അന്വേഷണം പുറത്തു വരുന്നു, ഇത്തരത്തിലുള്ള നിരവധി അതിക്രമങ്ങൾ വരുന്നു. എന്നാൽ അതിന്റെ ഇടയിലും ഈ കോർട്ട് പ്രൊസീഡിങ്സ്, ഇൻഹൌസ് പ്രൊസീഡിങ്സ് അത് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് പല കാര്യങ്ങൾ, അതായത് ഈ സെഷൻ കോടതിയിൽ മാത്രം ഒതുങ്ങിയിട്ടില്ല വിനയ, കാരണം ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും ഒക്കെ ജാമ്യം നിഷേധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് സുപ്രീം കോടതിയിൽ പോകുന്ന സാഹചര്യം, ഈ അഭിഭാഷകരെ മാറ്റുന്ന സാഹചര്യം തുടങ്ങിയ നിരവധിയായിട്ടുള്ള സംഭവ വികാസങ്ങൾ, ഒരുപക്ഷെ ഒരു സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ നടിയെ ആക്രമിച്ച കേസുമായി നടന്നിട്ടുണ്ടായിരുന്നത്. ഈ കൂറുമാറ്റം മാത്രമല്ല ഉണ്ടായിരുന്നത്, ഈ അഭിഭാഷകരെ മാറ്റുന്ന സംഭവം, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിനെ സംബന്ധിച്ച് അത് 3 തവണ മെമ്മറി കാർഡ് 3 തവണ ഓപ്പൺ ചെയ്തു എന്നുള്ള ആരോപണം, ഈ ഹാഷ് വാല്യൂ മാറിയതിനെ സംബന്ധിച്ച്. അത് മാത്രമല്ല, ഈ കോടതിയെ വരെ പ്രതിക്കൂട്ടിലാകുന്ന തരത്തിലുള്ള ഒരു നീക്കമൊക്കെ അതിജീവിതം നടത്തിയിട്ടുണ്ട്. അതിനായി ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് തന്നെ 90ഓളം ഹർജികളാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് CBIക്ക് അന്വേഷണം കൈമാറണം, CBI ഈ കേസ് അന്വേഷിക്കണം, അതോടൊപ്പം തന്നെ ഈ മെമ്മറി കാർഡ്, അതാണ് ഏറ്റവും സുപ്രധാനമായ പ്രതിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട കേസിലെ പ്രധാന തെളിവായിട്ടുള്ള ആ മെമ്മറി കാർഡ്, ദൃശ്യങ്ങൾ അടങ്ങിയ ആ മെമ്മറി കാർഡ് തനിക്ക് ലഭിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു ആവശ്യമായി സുപ്രീം കോടതിയെ വരെ സമീപിച്ചിരുന്നു. പക്ഷേ അത് സുപ്രീം കോടതി ദിലീപിന് അനുകൂലമായൊരു വിധിയല്ല അന്ന് കൊടുത്തിരുന്നത്. പിന്നീടും കോടതി നടപടികൾ അങ്ങനെ മുന്നോട്ട് പോയി. ഇതിന്റെ ഇടയിൽ ഈ ബാലചന്ദ്രകുമാറിന്റെ ഈ വെളിപ്പെടുത്തൽ ഒന്നും കൂടി എടുത്തു സൂചിപ്പിക്കണം. കാരണം അതെ, കാരണം ഇത് 1ാം കുറ്റപത്രം സമർപ്പിച്ച് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ആ 1ാം കുറ്റപത്രത്തിൽ 1 മുതൽ 6 വരെയായിരുന്നു പ്രതികൾ. പിന്നീട് അതിനെ സംബന്ധിച്ച് അനുബന്ധ കുറ്റപത്രം കൂടി നൽകുന്നു. ശേഷം ഈ 2022 ഈ ബാലചന്ദ്രകുമാറിന്റെ ആ ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. ദിലീപിന്റെ വീട്ടിൽ വെച്ച് തന്നെ പൾസർ സുനിയുടെ സാന്നിധ്യം, പൾസർ സുനിയെ കണ്ടിരുന്നു എന്നുള്ള തരത്തിലൊക്കെ ഒരു വെളിപ്പെടുത്തലെല്ലാം വരുന്നത്. ആ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം വീണ്ടും ഒരു തുടരന്വേഷണം, ആ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കൽ, അതിനുശേഷം കൂടുതൽ ഗൂഢാലോചന, ഈ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടുള്ള ആ ഒരു സാഹചര്യം. ഇപ്പോൾ ആ ഗൂഢാലോചന കുറ്റം, ദിലീപിന് മേലുള്ള കുറ്റങ്ങളൊന്നും പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു. ദിലീപിന്റെ സിനിമാ ഭാവി ഇപ്പോൾ സുരക്ഷിതമാണ്. കാരണം ഈ ഒരു കേസിന്റെ വിധിയിലായിരുന്നു ദിലീപിന്റെ സിനിമാ ഭാവി എന്നുള്ളത് ഇരിക്കാൻ വയ്യ. കാരണം സിനിമാ ലോകവും അല്ലെങ്കിൽ ഈ കേസിന്റെ വിധി മറ്റൊന്നായിരുന്നെങ്കിൽ ദിലീപിന്റെ ഭാവി എന്താകുമായിരുന്നു എന്നുള്ള ചോദ്യവുമുണ്ട്. ഈ ഒരു 8 വർഷക്കാലം ദിലീപ് ഈ കേസുമായി ബന്ധപ്പെട്ട് പബ്ലിക്കായി ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഇന്നിപ്പോൾ ഈ കുറ്റവിമുക്തരാണ് എന്ന് കോടതി വിധിച്ചതിന് പിന്നാലെയാണ് ദിലീപ് പബ്ലിക്കായി മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അത് മുൻ ഭാര്യയും നടിയുമായിട്ടുള്ള മഞ്ജു വാര്യരെ കുറിച്ച് പബ്ലിക്കായി പ്രതികരണം നടത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ 8 വർഷത്തിനിടെ തന്നെ നിരവധിയായിട്ടുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ സുപ്രീം കോടതിയിൽ എത്തുന്നു, ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുന്നു, ഒരുപക്ഷെ അതിജീവിത അടക്കം തന്നെ ഒരു നീണ്ട നിയമ പോരാട്ടം തന്നെയായിരുന്നു അതിജീവിതയുടെ ഭാഗത്തു നിന്നും നടന്നത്. തുടക്കം മുതൽ തന്നെ അതിജീവിത സമയത്ത് നമുക്ക് പി ടി തോമസ് മറക്കാൻ സാധിക്കില്ല. കാരണം ഈ ഒരു കേസ് ഇന്ന് പുറം ലോകം അറിയുന്നു, അല്ലെങ്കിൽ പുറം ലോകം അറിയുന്നുണ്ടെങ്കിൽ അതിന് മുഖ്യ കാരണങ്ങളിൽ ഒരാൾ പി ടി തോമസ്. അതായത് അതിവേഗം നടപടികൾ സ്വീകരിച്ചു ഈ പി ടി തോമസിന്റെ സാന്നിധ്യത്തിൽ വരെ പറയേണ്ട സാഹചര്യം അന്ന്
ആണ് ഈ ഒരു സംഭവം നടന്നത്. ആ സംഭവം നടന്ന ലാലിന്റെ വീട്ടിലേക്കാണ് അതിജീവിത ഓടിച്ചെല്ലുന്നത്. കരഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നു. ഉടൻ തന്നെ ലാൽ ആദ്യം വിളിക്കുന്നു നിർമ്മാതാവ് ആൻഡ്രൂ ജോസഫിനെയും പിന്നീട് പി ടി തോമസിനെയുമാണ് വിളിക്കുന്നത്. പി ടി തോമസ് ആ സമയത്ത് വന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഉമാ തോമസ് MLA യും പ്രതികരിച്ചിരുന്നു. കാരണം അന്ന് ആ ദിവസം രാത്രി അപ്പോൾ ഈ സംഭവം അറിഞ്ഞ ഉടൻ റേഞ്ച് IG-യെയും ഒപ്പം കമ്മീഷണറെയും വിളിച്ച് എത്രയും വേഗം വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും വിട്ട് എത്രയും വേഗം ഈ അതിജീവിതയുടെ മൊഴി എടുക്കുക, കേസ് എടുക്കുക എന്നുള്ള തരത്തിലേക്ക് നീങ്ങുക നടത്തി സ്വന്തം മകളെ പോലെ തന്റെ വീട്ടിൽ എന്തോ സംഭവിച്ച പോലെയായിരുന്നു അന്ന് PT പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം സങ്കടത്തിലാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് തുടക്കകാലത്ത്, അതായത് ഈ കേസ് തുടങ്ങുന്ന കാലത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു അലംഭാവം ഉണ്ടാകുന്നു. കേസ് എടുക്കുന്നതിൽ തന്നെ അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്നതിൽ തന്നെ ഒരു അലംഭാവം ഉണ്ടാകുന്നു. ഇതിനെതിരെ പബ്ലിക്കായി അന്ന് PT തോമസ് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് സംസ്ഥാന അവാർഡ് അടക്കം മുകേഷ് അടക്കമുള്ള നടന്മാരെ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലാണ് വലിയ രീതിയിലാണ് അമ്മ സംഘടനയ്ക്കുള്ളിൽ വലിയ രീതിയിലുള്ള ഒരു കോലാഹലം സൃഷ്ടിച്ചതാണ്. കാരണം നമ്മളിപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ കറങ്ങി നടക്കുന്ന ചില മീമുകളുണ്ട്. ആ മീമുകളൊക്കെ അതിന്റെ ആ മീം എന്ന് പറയുന്നത് ആ ഒരു മീറ്റിംഗിന്റെ പശ്ചാത്തലമാണ്. ഈ ദിലീപിനെ സംബന്ധിച്ച് ദിലീപിനെ പുറത്താക്കണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയൊരു കോലാഹലം അന്നത്തെ ആ ഒരു അമ്മ സംഘടനയ്ക്കുള്ളിലെ ആ മീറ്റിംഗിൽ നടന്നിരുന്നു. അന്ന് ഗണേഷ് കുമാർ പറഞ്ഞ ഒരു വാക്ക് ഞാനിപ്പോൾ ഓർക്കുന്നു. അതായത് രണ്ടുപേരും മുകേഷും പറഞ്ഞു, പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്ന ആ ഒരു വാക്കാണ്. കാരണം രണ്ടുപേരും അമ്മയുടെ കുട്ടികളാണ്. ഞങ്ങൾക്ക് രണ്ടുപേരെ വേണം, ഞങ്ങൾ രണ്ടുപേർക്കൊപ്പവും നിൽക്കുന്നു. അതിനുശേഷമാണ് പിന്നീട് ദിലീപിന്റെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയത്. പിന്നീട് മമ്മൂട്ടിയാണ് ഈ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും ദിലീപിനെ പുറത്താക്കുന്നു, പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുന്നു എന്നുള്ള ആ ഒരു പ്രഖ്യാപനം സംഘടനയ്ക്ക് വേണ്ടി, സിനിമാ താരങ്ങൾക്ക് വേണ്ടി അന്ന് നടൻ മമ്മൂട്ടിയാണ് പ്രതികരിച്ചത്. ഈ അന്നത്തെ ആ പൊതുവേദിയിലും മമ്മൂട്ടി കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, ആ ഒരു അഗ്നിഗോളം അല്ലെങ്കിൽ ആ അതിജീവിതയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു അഗ്നിഗോളം ഇവിടെ കത്തുകയാണ്. അത് വലിയൊരു തീഗോളമായി മാറട്ടെ എന്നുള്ളതാണ് നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച മഞ്ജു വാര്യരും ദിലീപും ഒക്കെ തന്നെ പങ്കെടുത്ത ആ വിവാദ പ്രസ്താവന, ഐക്യദാർഢ്യ സദസ്സിൽ മമ്മൂട്ടി നടത്തിയ ആ ഒരു പ്രസ്താവന ഒക്കെ തന്നെ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. എന്തായാലും അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിരിക്കുന്നു. പിന്നീട് അമ്മയിലോട്ട് ദിലീപിനെ തിരിച്ചെടുക്കുന്നു. അതിന് പിന്നാലെ കല്ലിങ്കൽ, രമ്യ നമ്പീശൻ തുടങ്ങിയ നിരവധി നടിമാർ ആ സംഘടനയിൽ നിന്നും രാജിവെച്ച് പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് WCC എന്നൊരു സംഘടന അമ്മയിൽ രൂപപ്പെടുന്നത്. അതായത് ആൺമേൽക്കോയ്മ എന്നുള്ളത് നിഷേധിച്ചാണ് ഈ സ്ത്രീകളെല്ലാം ഒരു കൂട്ടായ്മ തുടങ്ങുന്നത്. അതോടൊപ്പം ഈ നടനൊപ്പം നിൽക്കുന്നു, അതെ, ഈ നടനൊപ്പം നിൽക്കുന്നു ഈ സംഘടന എന്നുള്ള തരത്തിലാണ്. ഇപ്പോൾ വിനയ, മറ്റൊരു കാര്യമുണ്ട്, സാഹചര്യം വ്യത്യസ്തമാണ്. അമ്മ സംഘടനയുടെ തലപ്പത്ത് ഇപ്പോൾ സ്ത്രീകളാണുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അമ്മ സംഘടനയ്ക്ക് എന്താണ് പറയാനുള്ളതും എന്നുള്ളതും ഏറെ നിർണായകമാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ സിനിമാ മേഖലയിൽ എത്രത്തോളം അല്ലെങ്കിൽ ദുരനുഭവങ്ങൾ നടിമാർ നേരിടുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയം വരെ സിനിമ എന്ന് പറയുന്നത് നമ്മളെ നോക്കുമ്പോൾ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു. അന്ന് വരെ വളരെ അല്ലെങ്കിൽ ജനപ്രിയ നടനായിരുന്ന പലരും പിന്നീട് വില്ലൻ കഥാപാത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ MLAക്ക് അടക്കം തന്നെ ആരോപണം മുന്നിൽ നിൽക്കേണ്ട സാഹചര്യം. MLAക്ക് നേരെ വധഭീഷണി ഉണ്ടായി എന്നുള്ളത് PT തോമസ് അന്ന് പറഞ്ഞൊരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള നിരവധി സംഭവ വികാസങ്ങൾ അടങ്ങിയ ഒരു 7 അല്ലെങ്കിൽ 6 കൊല്ലം നീണ്ട വിചാരണ നടപടികൾ, ഇതിനൊപ്പം നിരവധി സാക്ഷികൾ, എത്രയോ രേഖകൾ, 800-ലധികം രേഖകൾ, അങ്ങനെ പോയ ആ കേസ് ഇപ്പോൾ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിരിക്കുന്നു. പക്ഷേ അതിജീവിത ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു വിധി കൊണ്ട് തൃപ്തയാണോ എന്നുള്ളതും ഒരു കാര്യമുണ്ട്. ഒരിക്കലുമായിരിക്കില്ല. കാരണം തുടക്കം മുതൽ അതിജീവിത പറഞ്ഞ പേരുകളിലൊന്ന് നടൻ ദിലീപിന്റേതാണ്. ആ ദിലീപിനെയാണ് ഇപ്പോൾ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിധി അതിജീവിതയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മറ്റ് 6 പ്രതികൾക്ക് ഈ ശിക്ഷ ലഭിക്കുമെങ്കിലും 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനൊന്നും തന്നെ ശിക്ഷ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഇനി തുടർ നടപടികളിലേക്കായിരിക്കും അതിജീവിത കടക്കുക. അമ്മ സംഘടന ഇക്കാര്യത്തിൽ എന്താണ് നിലപാട് പറയുക എന്നതും ഇനി കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും ഈ 7 തൊട്ട് 10 വരെയുള്ള പ്രതികളെയാണ് വെറുതെ വിട്ടിരിക്കുന്നത്. അതിൽ 7, 9, 10 ഇതിൽ 8ാം പ്രതിയാണ് ദിലീപ്. അപ്പോൾ മറ്റു പ്രതികൾക്കെതിരെ അതിജീവിത
ഒരു കാരണവശാൽ അപ്പീൽ പോയില്ലെങ്കിലും നടൻ ദിലീപിനെതിരെ അപ്പീൽ പോകാനുള്ള സാധ്യത ഏറെയാണ്. നമ്മൾ അഭിഭാഷക ടി ബി മിനിയോട് സംസാരിച്ചപ്പോഴും നമുക്ക് അത്തരത്തിലുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം അവർ നേരത്തെ പ്രതികരിച്ചത് ശുഭപ്രതീക്ഷയുണ്ട്, ശിക്ഷ ലഭിക്കേണ്ടതാണെന്നുള്ളത് തന്നെയാണ് പ്രതികരിച്ചത്. ഇപ്പോൾ ഈ ഒരു വിധി വരുന്ന സമയത്ത് എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇനി ഇതിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ള സാധ്യത ഏറെയാണെന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇനി ഹൈക്കോടതിയിലോട്ട് അപ്പീൽ പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം തുടക്കം മുതൽ തന്നെ നടിയുടെ ആരോപണം 8ാം പ്രതിയിലേക്കായിരുന്നു. കൂടാതെ തന്നെ മറ്റ് പ്രമുഖരായിട്ടുള്ള നടന്മാരും നടിമാരടക്കം തന്നെ ഈ ഒരു നടിയുടെ ഒപ്പം തന്നെ തുടക്കം മുതൽ തന്നെ നിന്ന ഒരുപാട് ആളുകളുണ്ട്. ലാൽ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഈ 2017 കേസ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ നടിയോടൊപ്പം നിന്നതാണ്. കുഞ്ചാക്കോ ബോബൻ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കുഞ്ചാക്കോ ബോബൻ അടക്കം തന്നെയുള്ള നടന്മാർ അന്ന് നടിക്കൊപ്പം തന്നെ നിന്നവരാണ്. പക്ഷേ ആ സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ടത് മറ്റൊന്നാണ്. ആദ്യം ഈ നടിക്കൊപ്പം നിന്നും പിന്നീട് കൂറുമാറിയ പലരും, ഇടവേള ബാബു കൂടാതെ ഭാമ തുടങ്ങിയ നിരവധിയായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, ആ സമയത്ത് അവരും കൂറുമാറുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇനി അറിയേണ്ടത് നടി അപ്പീലിന് പോകുമോ എന്ന് തന്നെയാണ്. എന്തായാലും സാധ്യത കൂടുതൽ തന്നെയാണ്. അതെ, ഇനിയിപ്പോൾ അത്തരത്തിലുള്ള നിയമ നടപടികൾക്ക് സാധ്യത കൂടുതലാണ്. അതോടൊപ്പം നമ്മൾ കാത്തിരിക്കുന്നത് ഇതിൽ വിധി വന്നു, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി, 1 മുതൽ 6 വരെയുള്ള പ്രതികളാണ് കുറ്റക്കാർ. അവർക്കുള്ള ശിക്ഷ എന്താണ്, അവർക്കുള്ള ശിക്ഷാവിധി എന്താണെന്നുള്ളതും കൂടി ഏറെ നിർണായകമാണ്. അത് 12ാം തീയതി ആണ് അതിനെ സംബന്ധിച്ചൊരു വിധി ഉണ്ടാവുക. അതുവരെ പ്രസാദ് കാളിദാസനിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പ്രോസിക്യൂഷന് ദിലീപിനെതിരായിട്ടുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ളവർ പ്രതികരിക്കുകയുണ്ടായി. മന്ത്രി സജി ചെറിയാനോട് ഇക്കാര്യം സംസാരിച്ചപ്പോൾ സജി ചെറിയാൻ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം ഈ വിധിയുടെ വിശദാംശങ്ങൾ ലഭിക്കാനിരിക്കുന്നതേയുള്ളൂ. മാധ്യമങ്ങൾക്കടക്കം അതിൻ്റെ പൂർണ്ണ രൂപം ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കോടതി എന്തൊക്കെ കാര്യങ്ങളിൽ ആണ് നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം ആയിരിക്കും ഇതിൽ മേൽക്കോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തൊരു തീരുമാനമെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് മന്ത്രി സജി ചെറിയാൻ സൂചിപ്പിച്ചത്. ഒപ്പം തന്നെ ഇതൊക്കെയാണെങ്കിൽ തന്നെയും സർക്കാർ അതിജീവിതമാർക്കൊപ്പം തന്നെ ആയിരിക്കുമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾക്ക് മന്ത്രി സജി ചെറിയാൻ്റെ വാക്കുകളിലേക്ക് പോയിട്ട് വരാം. കേരളം വളരെയേറെ ഗൗരവത്തോട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ്. ആ കേസിൽ ഇപ്പോൾ കേട്ടിടത്തോളം 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരും ബാക്കിയുള്ളവർ നിരപരാധികളാണെന്നുള്ള നിലയിലാണ് വിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ആധികാരികമായി കോടതിയുടെ നിരീക്ഷണങ്ങൾ പഠിക്കാതെ ഒരു അഭിപ്രായം ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളൊരു അഭിപ്രായമായിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ച് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളും നിരീക്ഷണങ്ങളും അത് മനസ്സിലാക്കി ഒരു അഭിപ്രായമാണ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് എന്താണ് കോടതി പറഞ്ഞിട്ടുള്ളത്? തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ കോടതികൾ ഓരോ വിഷയത്തെ പറ്റി വിധി പ്രസ്താവിക്കും. അപ്പൊ ഏത് തെളിവ് അടിസ്ഥാനത്തിലാണ് ശിക്ഷിക്കപ്പെട്ടതെന്നും ഏത് തെളിവ് അടിസ്ഥാനത്തിലാണ് വെറുതെ വിട്ടതെന്നുള്ളത് മനസ്സിലാക്കാതെ നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല. കോടതി നിരീക്ഷണം എന്താണെന്നുള്ളത് പുറത്തു വന്നില്ല. ഗൂഢാലോചന തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ദിലീപ് ഉൾപ്പെടെ ഗൂഢാലോചന കേസിലായിരുന്നല്ലോ പ്രതികൾ. പക്ഷെ അതിൽ അങ്ങനെ തെളിയിക്കാൻ കഴിയാത്തതാണ് അവരെ കാരണം എന്നുള്ളതാണ്. അതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ എന്തെങ്കിലും നിരീക്ഷണം കാണും. കാരണം കേസിന്റെ ഫൈൻഡിങ്സിൽ തീർച്ചയായിട്ടും കോടതി പറഞ്ഞു കാണും ഇന്ന കാരണത്താലാണ് അവരെ വെറുതെ വിടുന്നത്. ആ ഫൈൻഡിങ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഒരു ആധികാരികമായ മറുപടി ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. അത് സംബന്ധിച്ച് സർക്കാർ അതിന് ഉചിതമായ തീരുമാനമാക്കാൻ. എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ സർക്കാർ വേട്ടക്കാരന്റെ ഒപ്പം അതോടൊപ്പം തന്നെ നടിയുടെ ഒപ്പം, ആക്രമിക്കപ്പെട്ട നടിയുടെ ഒപ്പം ഒരുമിച്ച് നിൽക്കുന്നു, 2 കാര്യങ്ങൾ ചെയ്യുന്ന ഒരേ സമയം എന്നുള്ളതായിരുന്നു. അപ്പം ഇതിൽ ഇപ്പോഴത്തെ ഒരു നിലപാട് എങ്ങനെയാണ്? ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ ഒപ്പം തന്നെയാണോ അതോ ഇപ്പോ ഈ പറഞ്ഞ 8ാം പ്രതിക്കൊപ്പം? എന്നും അതിജീവിതയോടൊപ്പമാണ് സർക്കാർ. ആര് കുറ്റം ചെയ്താലും അത് എത്ര ഉന്നതനാണ്, പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏത് ഉന്നതനാണെങ്കിലും കുറ്റവാളിയാണെങ്കിൽ നിയമത്തിന് മുൻകൂട്ടും. ആ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടന്നത്. ആ അന്വേഷണ അടിസ്ഥാനത്തിലാണ് ഒരു കേസ് തയ്യാറാക്കി കോടതി സബ്മിറ്റ് ചെയ്തത്.
വർഷങ്ങളോളം നീണ്ടുനിന്ന വിസ്താരവും വിചാരണയുമാണ് നടന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ ഫൈൻഡിങ്സ് നടത്തിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് കോടതി ശിക്ഷിക്കപ്പെടാൻ ഇടവന്ന കാരണവും വെറുതെ വിടാനുണ്ടായ കാരണവും മനസ്സിലാക്കിയിട്ട് നമുക്കൊരു മറുപടി പറയാൻ പറ്റും. ചോദ്യത്തിന് ഇതാണ് മറുപടി. എന്നും അതിജീവിതരൊപ്പമായിരിക്കും. ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കർശനമായ നിയമ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. സർക്കാരിന് ആ കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടുമില്ല. ഇപ്പോഴും ആ സ്റ്റാൻഡിൽ നമ്മൾ ഉറച്ചിരിക്കുകയാണ്. ഇനി മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ സർക്കാരിന്റെ ഒരു പിന്തുണ നടിക്കുണ്ടാകുമോ? അത് നമ്മളിപ്പം അതാ ഞാൻ പറഞ്ഞത്, നിരീക്ഷണങ്ങൾ എന്താണെന്നുള്ള തെളിവ്, ഏതൊക്കെ തെളിവ് ആണ് കോടതി ഇതിൽ കണ്ടിട്ടുള്ളത്, അല്ലെ എന്താണ് തെളിവിന്റെ ഭാഗമായി വന്നിട്ടുള്ള കുറവ്, ആ ഭാഗങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഒരു തീരുമാനം നമുക്ക് എടുക്കാവുന്നത്. ഈ എല്ലാവരും ആകാംക്ഷയോടെ ഈ വിധി കേട്ടിരുന്ന ഒരു ദിവസമാണ്. എല്ലാവരും കേരളത്തിലോ ഇന്ത്യയിലെ മലയാളികളെല്ലാം വളരെ ആകാംക്ഷയോടാണ് ഈ കേസിനകത്ത് എന്താണ് വിധി പറയാൻ പോകുന്നതെന്ന് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു. ആളുകൾ ശ്രദ്ധയോട് കേൾക്കാൻ ചെയ്തു. അപ്പൊ ഇങ്ങനൊരു ചെറിയ നിരീക്ഷണങ്ങൾ ആയിരിക്കില്ല, നല്ല നിരീക്ഷണങ്ങളായിരിക്കാം കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കാരണം നല്ല രൂപത്തിലുള്ള ഫൈൻഡിങ്സിലേക്ക് കോടതി എത്തിക്കാണും. എങ്കിലും ആധികാരികമായിട്ട് ഇങ്ങനൊരു കേസിനകത്ത്, ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സെൻസേഷണൽ ആയിട്ടുള്ള കേസിനകത്ത് ഒരു നടപടി അല്ലെ ഒരു തീരുമാനം കോടതി എടുത്തിട്ടുള്ളത്. അപ്പൊ അത് എന്താണ് കോടതി അത്തരത്തിൽ അതിനകത്ത് കണ്ടെത്തിയിട്ടുള്ള ഫൈൻഡിങ്സ്, അത് പഠിച്ച് മനസ്സിലാക്കി ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലാതെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ എന്തെങ്കിലും കേട്ടപാട് അത് ഒരു പ്രതികരണം നടത്തുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശരിയാകില്ല. മനസ്സിലാക്കിയതിനു ശേഷം തീർച്ചയായിട്ടും അതിന് മറുപടി ഉണ്ടാകും. സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളുടെ തീരുമാനം ഉണ്ടാകും. മന്ത്രി സജി ചെറിയാന്റെ ഈ പ്രതികരണത്തോട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്, സജി ചെറിയാനും മന്ത്രിസഭയും സർക്കാരും ഈ വിഷയത്തിൽ ഉരുണ്ട് കളിക്കുകയാണ് എന്നാണ്. ആ ഉരുണ്ട് കളിക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ളൊരു വിധി പ്രസ്താവത്തിലേക്ക് കോടതി എത്തിച്ചേർന്നത് എന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഈ വാർത്തയോട് പ്രതികരിച്ചത്. എന്തായാലും നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടതോടുകൂടി ദിലീപിനെ സംബന്ധിച്ചിട്ട് ഇനിയുള്ള ദിവസങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതായിരിക്കും. സിനിമാ വ്യവസായത്തിലേക്ക് കൂടുതൽ ശക്തിയോടുകൂടി തിരിച്ചെത്താനും തൻ്റെ പ്രാബല്യം അതിൽ അടിയുറപ്പിച്ച് വ്യക്തമാക്കാനും ദിലീപിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ശ്രമമുണ്ടാവും എന്ന് മാത്രമല്ല, ഈ വിധി വന്നതിൻ്റെ തൊട്ട് പിറകെ തന്നെ ആക്രമണോത്സുകമായ രീതിയിൽ തന്നെ തൻ്റെ ആദ്യ ഭാര്യയായിട്ടുള്ള മഞ്ജു വാര്യർക്കെതിരെ ഉള്ള പരാമർശം ദിലീപ് നടത്തുകയുണ്ടായി. മഞ്ജു വാര്യർ ഈ സംഭവം നടന്നതിന് ശേഷം 2017 ഫെബ്രുവരി 17 ശേഷം ആ സംഭവത്തോട് പ്രതികരിച്ചുകൊണ്ട് സിനിമാ മേഖലയിലുള്ളവർ യോഗം ചേർന്നപ്പോൾ അവിടെ വെച്ച് ഈ രീതിയിൽ തനിക്കെതിരെ ഒരു ഗൂഢാലോചന, ദിലീപിനെതിരെ ഒരു ഗൂഢാലോചന പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും സിനിമാ വിഭാഗത്തിൽ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിന് വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതാണ് ക്രിമിനൽ ഗൂഢാലോചന നടന്നുവെന്ന് സംശയിക്കുന്നുവെന്ന്. അപ്പോൾ മഞ്ജു വാര്യർ തന്നെ അത് പറയുമ്പോൾ അതിനകത്ത് എന്തോ സംശയിക്കത്തക്കതുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി. വാസ്തവത്തിൽ മഞ്ജു വാര്യരും കൂട്ടരും നടത്തിയ ഗൂഢാലോചനയുടെ ഇരയാണ് താൻ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ വിധി പ്രസ്താവത്തിൽ വെറുതെ വിടപ്പെട്ട ഈ നിമിഷത്തിലും ഒരു മറുവാദമുണ്ടാക്കിക്കൊണ്ട് ദിലീപ് അവിടെ നിന്ന് പോയത്. സ്വാഭാവികമായിട്ടും മേൽക്കോടതികളെ സമീപിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരും. പോലീസ് കള്ളക്കഥ മെനഞ്ഞു, അത് കോടതിയിൽ പൊളിഞ്ഞു എന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് സൂചിപ്പിക്കുന്നു. നമ്മൾക്ക് ഈ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ട ഈ നിമിഷങ്ങളിൽ അതിൻ്റെ തുടർ വാർത്തകൾ സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ടതാണ്. അതിജീവിത ഈ വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. കേരളത്തിൽ ആദ്യമായി പാൽപ്പൊടി ഇല്ലാത്ത പാലുമായി എളനാട് ഫ്രഷ് കൗ മിൽക്ക്. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസൻസ് കർഷകരുടെ പങ്കാളിത്തത്തോടെ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്ട്സ്. സ്ത്രീകളുടെ ആരോഗ്യത്തിനായി ഹെർബൽ സാനിറ്ററി നാപ്കിൻ, ഗ്രീൻ പാഡ്, പൂർണ്ണമായും സസ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോം കെയർ പ്രൊഡക്ട്സ്, എക്കോ ഹാർവെസ്റ്റ്, നാളികേര ഉൽപ്പന്നങ്ങൾക്കൊപ്പം പ്രകൃതിദത്തമായ ഭക്ഷ്യോൽപ്പന്നങ്ങളുമായി കേരാടെക്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.
മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്, തലശ്ശേരി അതിരൂപതയുടെ സംരംഭം, കുന്നോത്ത്, ഇരിട്ടി. Get ready to have your mind tied up. Mr. Made Skazoo from Skazan India. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ വിത്ത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. My G Future. Experience the next. Kairali Agriculture Multi-State Cooperative Society Limited. Kavita Gold and Diamonds, the versatile jewelry. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിലേ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ഫാമിലി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി. കോൾ 9188606060. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ള കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള വിധി പ്രസ്താവന വന്നതിൻ്റെ തൊട്ടുപിറകെയുള്ള ഈ നിമിഷങ്ങൾ കേരളമുടനീളം 2 ചേരികളായിട്ട് തരംതിരിഞ്ഞുകൊണ്ട് ഈ വാർത്തയെ സമീപിക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിൽ വലിയ രീതിയിലുള്ള നിരാശ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം നടൻ ദിലീപ് നിരപരാധിയാണ്, അദ്ദേഹം പാവമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ നിമിഷം സന്തോഷിക്കേണ്ട നിമിഷങ്ങളാണ്. ദിലീപിനെ വെറുതെ വിട്ട കോടതിയുടെ നടപടിയെ സ്വാഗതം ചെയ്തുകൊണ്ട് നീതി ജയിക്കട്ടെ, സത്യമേവ ജയതേ, സത്യമേവ ജയതേ എന്നുള്ള വാക്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അണിനിരത്തിക്കൊണ്ട് ദിലീപിനെ അനുകൂലിക്കുന്നവർ വലിയ രീതിയിൽ കോടതിയുടെ വിധിയെ ഹർഷാരവങ്ങളോടുകൂടി സ്വാഗതം ചെയ്യുന്നു. മറുഭാഗത്ത് അതിജീവിതയുടെ ഈ പറയുന്ന നിയമ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല എന്നും മേൽക്കോടതിയെ സമീപിക്കും എന്നും സൂചിപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ മറുഭാഗത്തു നിന്നുണ്ടാവുന്നു. എന്നാൽ ദിലീപിനെ അനുകൂലിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ലഡു വിതരണം അടക്കമുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു. ദിലീപ് ഇനി ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കൂടിയാലോചന നടത്തുകയാണ്. പ്രത്യേകിച്ചും മേൽക്കോടതിയെ സമീപിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകും. ഇപ്പോഴുള്ള ഈ അഭിഭാഷക സംഘത്തിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ടായിരിക്കും ദിലീപ് മുന്നോട്ടുള്ള നീക്കങ്ങളിലേക്ക് കടക്കുക എന്ന് പറയുന്നത്. അതേസമയം ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത് പോളിംഗ് ബൂത്തുകളിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ടർമാർ പോകുന്നതിൻ്റെ തലേ ദിവസമാണ്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഈ ദിവസത്തിൽ ദിലീപിനെ വെറുതെ വിടുന്ന കോടതിയുടെ നടപടിയിലേക്ക് എത്തിച്ചത് പ്രോസിക്യൂഷൻ, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രോസിക്യൂഷൻ്റെ കുറവാണ് എന്നുള്ള നിലയ്ക്ക് അതിനെ രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചു എന്ന് വന്നേക്കാം. അങ്ങനെ പ്രതിപക്ഷം ശ്രമിക്കുമെന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് തൊട്ട് മുമ്പ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. ഇത് സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ്റെ ഉരുണ്ടുകളിയാണ്, ദിലീപിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഉരുണ്ടുകളിയാണ് എന്നുള്ള നിലയ്ക്ക് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സൂചിപ്പിക്കുകയുണ്ടായി. അതേസമയം മന്ത്രി സജീഷ് ചെറിയാൻ സൂചിപ്പിച്ചത് ഈ വിഷയത്തിൽ ഈ കോടതിയുടെ വിധി പ്രസ്താവം പരിപൂർണമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. പഠിച്ചിട്ട് മേൽക്കോടതിയെ സമീപിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അതിലുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മേൽക്കോടതിയെ സമീപിക്കുന്ന കാര്യം പ്രോസിക്യൂഷനെ സംബന്ധിച്ചിട്ട് തീരുമാനിക്കുക എന്ന് മന്ത്രി സജി ചെറിയാൻ സൂചിപ്പിക്കുകയുണ്ടായി. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുന്നത് ഈ പറയുന്ന കൂട്ടബലാത്സംഗം നടന്നു എന്ന് കൃത്യമായിട്ടും സൂചിപ്പിച്ചുകൊണ്ട് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിക്കുമ്പോൾ ആ പ്രതികൾ അങ്ങനെ കൂട്ടബലാത്സംഗം നടത്താൻ കാരണക്കാരനായിട്ടുള്ള ഒരാൾ ഉണ്ടാവില്ലേ? അതിന് പ്രേരിപ്പിക്കുകയും അതിന് ഒത്താശ ചെയ്യുകയും ചെയ്ത ഒരാൾ മറവിൽ ഇല്ലേ? ആ ആളുടെ കാര്യത്തിൽ കോടതി എന്ത് പറഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നായിട്ട് നിൽക്കുന്നു. അയാൾ എവിടെയോ ഒളിഞ്ഞു നിൽക്കുന്നു. അതാരാണ്? ഇനി അതല്ല എങ്കിൽ എന്ത് എന്നുള്ള കാര്യങ്ങൾ ഈ കോടതിയുടെ വിധി പ്രസ്താവനയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വിശദമായിട്ട് പരിശോധിച്ച് പഠിച്ച് അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും മന്ത്രി സജി ചെറിയാനോട് ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ മന്ത്രി സജി ചെറിയാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ ഒരാൾ ഈ പറയുന്ന രീതിയിലുള്ള ഒത്താശ നൽകുകയും ഗൂഢാലോചന ചെയ്യുകയും ചെയ്യുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണല്ലോ പോലീസ് പരിശോധിച്ചത്. പോലീസിൻ്റെ അന്വേഷണം അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രോസിക്യൂഷൻ നൽകിയ തെളിവുകൾ ഒരു ഭാഗത്ത്, പക്ഷേ ആ തെളിവുകൾ
നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പര്യാപ്തമല്ല എന്ന് കണ്ടുകൊണ്ട് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. കുറ്റക്കാരനല്ല ദിലീപ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുഞ്ചിരി നിറഞ്ഞ മുഖവുമായിട്ട് ആത്മവിശ്വാസത്തോടുകൂടി കൈ ഉയർത്തിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും താൻ പെരുമാറുക എന്നുള്ളതിൻ്റെ കൃത്യമായ ശരീരഭാഷയോടുകൂടി തന്നെ ദിലീപ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു. ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നു. അതിജീവിതയെ സംബന്ധിച്ചിട്ട് എന്ത് പ്രതികരണം ഉണ്ടാകും എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധിയായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ നിരത്തുന്ന തെളിവുകളല്ല കോടതിയുടെ തെളിവുകളെന്ന് മാപ്രകൾ ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്നാണ്. ഈ വിഷയത്തിൽ ആക്രമണോത്സുകമായിട്ട് കോടതിയുടെ വിധി വന്നതിന് ശേഷവും കോടതിയുടെ വിധിയല്ല യഥാർത്ഥ വിധി, ഞങ്ങൾ മാധ്യമങ്ങൾ വിധിക്കുന്ന വിധിയാണ് യഥാർത്ഥ വിധി എന്ന് നടിക്കുന്ന ചിലർക്ക് നേരെ സൂചിപ്പിച്ചുകൊണ്ട് ഉള്ള പ്രതികരണങ്ങൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ശ്രീജിത്ത് പണിക്കർ എഴുതിയിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത് ഇനി അയാൾ പറയട്ടെ എന്നാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നമ്മൾ ഇതുവരെ കേട്ടത് ഒരു പക്ഷം മാത്രമാണ്. ഇരുപക്ഷവും കേട്ടതും തെളിവുകൾ കണ്ടതും കോടതി മാത്രമാണ്. ഒരു കൊടും ക്രിമിനലിന്റെ വാക്ക് കേട്ട് 8 കൊല്ലം അന്വേഷിച്ചിട്ടും ഗൂഢാലോചനയും കൊട്ടേഷൻ കൊടുക്കലും ഒന്നും കോടതിയെ ബോധിപ്പിക്കാൻ കേരള പോലീസിലെ മിടുക്കന്മാർക്കും ചാനൽ ചർച്ചകളിൽ ഡയലോഗ് ആച്ചിയ അഭിഭാഷകർക്കും സാധിച്ചില്ലെങ്കിൽ ബാക്കി ഇനി അയാൾ പറയട്ടെ. 8 കൊല്ലം എന്നത് ഒരു ചെറിയ സമയമല്ലെന്ന് എല്ലാവരും സമ്മതിക്കുമല്ലോ. ഇന്ന് തോറ്റത് പ്രോസിക്യൂഷൻ മാത്രമല്ല, ഏകപക്ഷീയമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മിക്ക മാധ്യമങ്ങളും കൂടിയാണ് എന്നാണ് ശ്രീജിത്ത് പണിക്കർ എഴുതിയിരിക്കുന്നത്. ദിലീപ് തന്റെ കേസ് നേരിട്ടത് സാമൂഹ്യ മാധ്യമത്തിൽ അല്ല, കോടതിയിലാണ് എന്ന് ഓർക്കണം. അയാൾക്ക് പറയാനുള്ളതും നമ്മൾ കേൾക്കണം. അതിന് കേരളത്തിനും ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ബാധ്യതയുണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. ഒപ്പം തന്നെ പ്രമുഖരായിട്ടുള്ള നിർമ്മാതാക്കളിൽ പലരും ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു. ഒന്ന്, ഈ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ അർത്ഥം ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി കൃത്യമായും വ്യക്തമാക്കിയ സ്ഥിതിക്ക് ആ ദിലീപിന്, കുറ്റക്കാരനല്ലാത്ത ദിലീപിനെ ജയിലിൽ കിടക്കേണ്ടി വന്ന ആ നാളുകൾ ആര് തിരിച്ചു കൊടുക്കും? ഇങ്ങനെ ഗൂഢാലോചന ദിലീപിനെതിരെ നടത്തി പോലീസും ഒരു വിഭാഗം സിനിമാ പ്രവർത്തകരും, ഒപ്പം തന്നെ ദിലീപ് ആരോപിക്കുന്നത് പോലെ തന്നെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം പൊതുയോഗത്തിൽ സൂചിപ്പിച്ച ആ വ്യക്തിയും ചേർന്നുകൊണ്ട് ഇങ്ങനെ ഗൂഢാലോചന നടത്തിയതുകൊണ്ടാണല്ലോ കുറ്റം ചെയ്യാത്ത ദിലീപിന് ഏറെ നാളുകൾ ജയിലിൽ കിടക്കേണ്ടി വന്നത്. അന്ന് ദിലീപിൻ്റെ മകൾ അടക്കമുള്ളവർക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ, സ്കൂളിൽ പോലും പോകാൻ പറ്റാതെ, സ്കൂളിൽ ചെല്ലുമ്പോൾ ബലാത്സംഗക്കാരനായിട്ടുള്ള ആളാണല്ലോ അച്ഛൻ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്ന് അവരെ ബാംഗ്ലൂരിലേക്ക് മാറ്റേണ്ടി വന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ആര് ഉത്തരം പറയും? ദിലീപിന് നഷ്ടപ്പെട്ടു പോയ ആ ദിവസങ്ങൾക്ക് ആര് ഉത്തരം പറയുമെന്നുള്ള ചോദ്യങ്ങൾ ചില നിർമ്മാതാക്കൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നവരുടെയും ദിലീപിനൊപ്പം നിൽക്കുന്നവരുടെയും പ്രതികരണങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിട്ട് നിറയുകയാണ് ഈ നിമിഷങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും ഒപ്പം തന്നെ പുറത്ത് പൊതുസമൂഹത്തിലും ആളുകളുടെ സംഭാഷണങ്ങൾ, പ്രതികരണങ്ങൾ എന്നിവ വരുന്നത്. എന്തായാലും അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയെയാണ് ഏറ്റവും അധികം അഭിനന്ദിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് ദിലീപ് കോടതിയിൽ നിന്ന് സന്തോഷത്തോടുകൂടി ഇറങ്ങിയത്, തൻ്റെ ഈ കേസിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത്. ഇപ്പോൾ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് രാമൻപിള്ളയെ ദിലീപ് കാണുകയുണ്ടായി, സന്തോഷം അറിയിക്കുകയുണ്ടായി. കുറ്റക്കാരനല്ല എന്നുള്ള വിധിയിലേക്ക് എത്തിച്ചേരാൻ അഭിഭാഷകൻ അദ്ദേഹം ശ്രമിച്ചത് ഏറ്റവും ഉചിതമായ രീതിയിലാണ് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുന്ന ഈ വിധി പ്രസ്താവന വരുന്നതോടുകൂടിയിട്ട് ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നാളെ അതുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള വാർത്താ പ്രാധാന്യം ഇത് നേടുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകൾക്ക് ധാരാളം സാധ്യതകളുണ്ട്. അനുബന്ധമായിട്ടുള്ള പ്രതികരണങ്ങൾ സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ളവർ, സിനിമാ മേഖലയിലുള്ളവർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരൊക്കെ പ്രതികരണങ്ങളായിട്ട് മുന്നോട്ട് വരും. ആ പ്രതികരണങ്ങളൊക്കെ നിൽക്കുമ്പോഴും പ്രധാനപ്പെട്ട കാര്യം കോടതിയാണ് എന്ന് ഓർക്കേണ്ടതുണ്ട്. കോടതി ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചാൽ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ മേൽക്കോടതികളിലേക്ക് പോവുകയും നിയമയുദ്ധം നടത്തുകയും ചെയ്യാം എന്നുള്ളതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്കും അതേപോലെ പ്രതികരണ തൊഴിലാളികൾക്കും നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയും. അതുകൂടി ഉൾപ്പെടുന്നതാണ് സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ട ഈ നിമിഷം ധാരാളം തുടർ വാർത്തകൾക്ക് സാധ്യതയുണ്ട്. ഒപ്പം ആദ്യത്തെ 6 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. അത് അവരുടെ ശിക്ഷാവിധി ഏത് രീതിയിലുള്ളതായിരിക്കുമെന്ന് ഡിസംബർ 12-ാം തീയതി കോടതി വിശദമായ വാദം കേട്ടതിന് ശേഷം അവർക്കുള്ള ശിക്ഷ വിധിക്കുകയും ചെയ്യും. മാർട്ടിൻ ആന്റണി അടക്കമുള്ള, പൾസർ സുനി അടക്കമുള്ളവർക്കുള്ള ശിക്ഷാവിധി ഇനി ഡിസംബർ 12-ാം തീയതിയായിരിക്കും പ്രഖ്യാപിക്കാൻ പോവുക.
പ്രസാദ് കാളിദാസൻ, അതേപോലെ തന്നെ വിനയ, അതുല്യ എന്നിവർ നമ്മോടൊപ്പം ഈ വാർത്തയുടെ വിശദാംശങ്ങൾക്കായിട്ട് അല്പസമയത്തിനകം ചേരും. എന്തായാലും ഇപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂട്ടബലാത്സംഗം തെളിഞ്ഞു എന്ന് കോടതി കൃത്യമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു. അതേസമയത്ത് തന്നെ ഗൂഢാലോചനയ്ക്ക് തെളിവുകളില്ല, അതുകൊണ്ട് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ഇതിലെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് കൂട്ടബലാത്സംഗം നടന്നുവെന്നും പ്രേരണാക്കുറ്റം നിലനിൽക്കുമെന്നും കോടതി സൂചിപ്പിക്കുന്നു. അതേസമയത്ത് ഗൂഢാലോചന അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ദിലീപിൻ്റെ വക്കീലായിട്ടുള്ള രാമൻപിള്ള പറയുന്ന കാര്യം ഇതല്ലാതെ വേറെ വിധി പറ്റില്ല എന്നുള്ളതാണ്. കള്ളത്തെളിവ് കൊണ്ടൊരു കേസ് ജയിക്കാൻ പറ്റില്ല, ന്യായമായ വിധി ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇതല്ലാതെ വേറെ ഒരു വിധി ഒരു കോടതിക്കും പറ്റില്ല. കള്ളത്തെളിവ് കൊണ്ട് ദിലീപിനെതിരെ ഒരു കേസ് ജയിക്കാൻ പറ്റില്ല. ന്യായമായ വിധി ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിച്ചതിൻ്റെ ഫലം ഇപ്പോൾ ന്യായമായിട്ടുള്ള വിധിയായിട്ട് തന്നെ വന്നിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. സത്യത്തിനും നീതിക്കും ന്യായത്തിനും യോജിച്ച വിധിയാണ് ഇത് എന്നാണ് ദിലീപിൻ്റെ വക്കീലായിട്ടുള്ള രാമൻപിള്ള പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ദിലീപ് എത്തി. ഈ കേസ് കോടതിയിൽ നിന്ന് നേരെ രാമൻപിള്ളയെ കാണാനാണ് ദിലീപ് എത്തിയത്. അതേസമയത്ത് അന്വേഷണ സംഘത്തിൻ്റെ മുൻ മേധാവിയായിട്ടുള്ള ബി സന്ധ്യ പറഞ്ഞിരിക്കുന്നത് ഇത് അന്തിമ വിധിയല്ല, മേൽക്കോടതിയിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം, ഗൂഢാലോചന എപ്പോഴും ഒരു വെല്ലുവിളിയാണ് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ മുൻ മേധാവിയായിട്ടുള്ള ബി സന്ധ്യ പ്രതികരിച്ചിരിക്കുന്നത്. മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത് എന്നും അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ, ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത്, അതിനായിട്ട് കർശനമായ നടപടി സ്വീകരിക്കും. കോടതി വിധി പുറത്ത് വന്നതിൻ്റെ ശേഷം അതിൻ്റെ വിശദാംശങ്ങൾ, വിധി പ്രസ്താവത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം കൂടുതൽ പ്രതികരിക്കാം. കോടതി ശിക്ഷിച്ച കാരണവും വെറുതെ വിട്ട കാരണവും അറിയേണ്ടതുണ്ട് എന്നാണ് മന്ത്രി സജി ചെറിയാൻ സൂചിപ്പിച്ചത്. ഗൂഢാലോചനയുണ്ട് എന്ന് മഞ്ജു വാര്യർ ആദ്യം വെളിപ്പെടുത്തിയത് കൊച്ചിയിൽ ചേർന്ന ചലച്ചിത്ര പ്രവർത്തകരുടെ യോഗത്തിലായിരുന്നു എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഇന്ന് കോടതിയിൽ നിന്ന് വെറുതെ വിട്ടതിന് ശേഷം ദിലീപ് പ്രതികരിച്ചതും ആ മഞ്ജു വാര്യരുടെ പ്രതികരണമാണ് വാസ്തവത്തിൽ തനിക്കെതിരായിട്ടുള്ള ഗൂഢാലോചനയായിട്ട് മാറിയത്. ഇപ്പോൾ തെളിവുകൾ തനിക്ക് അനുകൂലമായി എന്ന് ദിലീപ് സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നു എന്ന് ദിലീപ് സൂചിപ്പിച്ചിരിക്കുന്നു. തന്നെ പ്രതിയാക്കാൻ വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നു. എല്ലാം തുടങ്ങിയത് അമ്മയുടെ യോഗത്തിൽ മഞ്ജു വാര്യർ നടത്തിയ പ്രസംഗത്തിന് ശേഷമാണ് എന്നും നടൻ ദിലീപ് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി പ്രതികരിച്ചിരിക്കുന്നു. അന്നത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അവരുടെ സംഘവും ചേർന്നാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത്. തൻ്റെ കരിയർ നശിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. കേസിൽ ഒപ്പം നിന്നവർക്ക് നന്ദി പറയുന്നുവെന്ന് ദിലീപ് സൂചിപ്പിച്ചു. ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും മഞ്ജു പറഞ്ഞത് മുതലാണ് എനിക്കെതിരെ ഗൂഢാലോചന ആരംഭിച്ചത്. അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥയും ഉന്നത ഉദ്യോഗസ്ഥയും ക്രിമിനൽ പോലീസും ചേർന്നാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായി മുഖ്യപ്രതിയെയും കൂട്ടുപ്രതികളെയും പോലീസ് കൂട്ടുപിടിച്ചു. പോലീസ് ചില മാധ്യമങ്ങളെ തന്നെ കൂട്ടുപിടിച്ച് കള്ളക്കഥ മെനഞ്ഞു. ആ കഥ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. പോലീസിന്റെ കള്ളക്കഥയാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാൻ ശ്രമിച്ചതാണ്. സമൂഹത്തിൽ എൻ്റെ കരിയറും ജീവിതവും നശിപ്പിക്കാനാണ് അങ്ങനെ ചെയ്തത്. കൂടെ നിന്ന കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും പ്രാർത്ഥിച്ചവരോടും നന്ദി പറയുന്നു, പ്രത്യേകിച്ചും വക്കീലായ രാമൻപിള്ളയോടും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എന്തായാലും കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ള കേസിലെ ഗൂഢാലോചനാവാദം ആദ്യം ആരോപിക്കപ്പെട്ടത് അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായിട്ടുള്ള അമ്മ കൊച്ചിയിൽ നടത്തിയ യോഗത്തിലായിരുന്നു. അന്ന് നടി മഞ്ജു വാര്യരാണ് ഇക്കാര്യം യോഗത്തിൽ ഉന്നയിച്ചത്. ഈ കേസിലെ മുഖ്യസാക്ഷികളിൽ ഒരാളായിരുന്ന മഞ്ജു കോടതിയിൽ നൽകിയ മൊഴികൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കോടതി വിധിയിലൂടെ മാത്രമേ ആ മൊഴികൾ പുറത്തു വരികയുള്ളൂ. അതാണ്. എന്തായാലും 2017 ഫെബ്രുവരി 17 കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് ഷൂട്ടിങ്ങിന് ശേഷം തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയ്ക്കിടെ ഒരു സംഘം നടിയുടെ കാർ തടഞ്ഞു നിർത്തുകയും അതിക്രമിച്ച് കയറി ആക്രമിക്കുകയും അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത ആ സംഭവത്തിൽ നടൻ ദിലീപ് ഉൾപ്പെടെ 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 8ാം പ്രതി ആണ് ദിലീപ്. 1ാം പ്രതി പൾസർ സുനി എന്ന സുനിൽകുമാർ, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, VP വിജീഷ്, സലീം,
എച്ച്, പ്രദീപ്, ചാർലി തോമസ്, സനിൽകുമാർ, ശരത് ജി നായർ എന്നിവരാണ് മറ്റ് പ്രതികൾ. അവർക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ എന്ന് പറയുന്നത് ബലാത്സംഗവും ഗൂഢാലോചനയും സ്ത്രീത്വത്തെ അപമാനിക്കലും അന്യായമായി തടങ്കൽ വയ്ക്കുകയും ബലപ്രയോഗവും തെളിവ് നശിപ്പിക്കലും അശ്ലീല ചിത്രം എടുക്കലും പ്രചരിപ്പിക്കലും തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. സംഭവം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ മുഴുവൻ പ്രതികളെയും പോലീസ് പിടികൂടി. 2017 ജൂലൈ 10-ാം തീയതി ദിലീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. 2017 ജൂലൈ 11-ാം തീയതി ആലുവയിലെ സബ് ജയിലിൽ അടച്ചു. ഒക്ടോബർ 3-ാം തീയതി ഉപാധികളോടെ ജാമ്യം ലഭിച്ചു. 2018 മാർച്ച് 8-ന് സാക്ഷി വിസ്താരം തുടങ്ങി. 261 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. 1700 രേഖകൾ പരിഗണിച്ചു. സിനിമാക്കാരും നടൻ ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള 28 പേർ മൊഴി മാറ്റി. അതിനുശേഷം ഇന്ന് ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. നടൻ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ നാൾവഴിയുടെ ഇപ്പോഴത്തെ ഈ നിമിഷത്തെ വിവരം. കോടതിയിൽ നിന്ന് പ്രസാദ് കാളിദാസ് ചേരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് പിന്നാലെ നടി മഞ്ജു വാര്യർക്കും പോലീസിനുമെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് നടൻ ദിലീപ് ഉയർത്തിയത്. കേസിൽ യഥാർത്ഥ ഗൂഢാലോചന നടന്നത് തനിക്കെതിരെയാണ് എന്ന് ദിലീപ് കോടതിക്ക് പുറത്ത് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. മഞ്ജു വാര്യരുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് തനിക്കെതിരെ ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ക്രിമിനൽ പോലീസ് സംഘവും ഒപ്പം തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥയും ചേർന്ന് കേസിൽ തന്നെ പെടുത്തുകയായിരുന്നുവെന്നാണ് ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു വാര്യർ പറഞ്ഞ ഇടത്തു നിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവർ തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്നാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാക്കിയത്. അതിനായി കേസിലെ മുഖ്യപ്രതിയായ വ്യക്തിയെ കൂട്ടുപിടിച്ച് ജയിലിലുണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ച് പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പോലീസ് സംഘം അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമപ്രവർത്തകരെയും കൂട്ടുപിടിച്ച് കള്ളക്കഥ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു എന്നാണ് ദിലീപിന്റെ വാക്കുകൾ. ഇന്ന് കോടതിയിൽ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്, എൻ്റെ കരിയറും എൻ്റെ ഇമേജും ജീവിതവും നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് ദിലീപ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. നടിയെ ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ആദ്യം പ്രതികരിച്ച ഒരാൾ നടി മഞ്ജു വാര്യരായിരുന്നു. ഈ സംഭവം നടന്നതിന്റെ പിറ്റേന്ന് നടിക്ക് പിന്തുണയർപ്പിച്ച് കൊച്ചിയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് മഞ്ജു വാര്യർ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യം പറഞ്ഞത്. ആ വേദിയിൽ നടൻ ദിലീപ് ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഇവിടെ ഇരിക്കുന്ന പലരെയും, ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയ ഡ്രൈവർമാരുണ്ട്. അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾക്ക് അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. അതുമാത്രമല്ല, ഒരു സ്ത്രീക്ക് വീടിനകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹതയുണ്ട്. ആ ഒരു സന്ദേശമാണ് ഞാനിവിടെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അന്ന് മഞ്ജു വാര്യർ പറഞ്ഞത്. അപ്പോൾ അവിടെ മുതലാണ് ഇതിനകത്തുള്ള ഈ കൂട്ടബലാത്സംഗം ഇന്ന് കോടതി കൃത്യമായിട്ടും നടന്നു എന്ന് പറഞ്ഞ ആ കൂട്ടബലാത്സംഗത്തിനേക്കാൾ ഉപരി, ആ കൂട്ടബലാത്സംഗം ആര് ചെയ്തു, എങ്ങനെ ചെയ്തു, എപ്പോൾ ചെയ്തു എന്നതിനേക്കാൾ ഉപരി അത് ചെയ്യിക്കാൻ പ്രേരിപ്പിച്ചത് ആര്, അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എങ്കിൽ ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് പറയുന്ന ഗൂഢാലോചനയാണല്ലോ എന്നുള്ള നിലയ്ക്ക് 2017 ഫെബ്രുവരി 17 മുതൽ തുടങ്ങിയ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ എന്നിവയുടെ തുടർച്ചയായിട്ട് ഇന്ന് കോടതി കൃത്യമായിട്ടും ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. കോടതിയിൽ നിന്ന് പ്രസാദ് കാളിദാസൻ ചേരുന്നു. കേരളത്തെ ആകെ ഞെട്ടിച്ച നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്ന പശ്ചാത്തലത്തിൽ
2017 ഫെബ്രുവരിയിൽ സിനിമാ സെറ്റിലേക്ക് പോകുന്നതിനിടെ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച ആ കേസിലെ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഏതൊക്കെ പ്രതികൾക്കാണ് ഇനി ജയിലിൽ പോകേണ്ടി വരിക എന്നതും നടൻ ദിലീപിന് ഇനി പൊതുസമൂഹത്തിൽ തല ഉയർത്തിപ്പിടിച്ച അഭിമാനത്തോടു കൂടി നടക്കാമെന്നും ഒക്കെയുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു. കോടതിയിൽ നിന്ന് പ്രസാദ് കാളിദാസൻ ചേരുന്നു. വിചാരണ നടപടികൾക്കൊടുവിൽ ആ വിധി വന്നിരിക്കുകയാണ്. ദിലീപ് കുറ്റക്കാരനല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ മേൽ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങളെല്ലാം ശരി തന്നെയെന്ന് കണ്ടെത്തി. അവർക്കുള്ള ശിക്ഷാവിധി 12-നാണ്. അതേസമയം ഏറെ നിർണായകമെന്നുള്ളത് 7 മുതൽ 10 വരെയുള്ള പ്രതികളെ വെറുതെ വിട്ടു എന്നുള്ളതാണ്. കാരണം തെളിവുകൾ അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നുള്ളതാണ്. അതിൽ 8ാം പ്രതി നടൻ ദിലീപിനെയും വെറുതെ വിട്ടിരിക്കുന്നു. ഗൂഢാലോചനയായിരുന്നു നടൻ ദിലീപിന് മേൽ ചുമത്തിയിരുന്ന കുറ്റം. അതോടൊപ്പം തന്നെ നേരത്തെ ബലാത്സംഗ കുറ്റം കൂടി അന്ന് ചുമത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത്തരത്തിലുള്ള പല നിയമ പോരാട്ടങ്ങൾ ഒക്കെ തന്നെ നടന്നു. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് ഗൂഢാലോചന, അതായത് ദിലീപ് ഈ ഗൂഢാലോചനയിലൂടെ നടിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആ ഒരു വാദം നിലനിൽക്കുന്നില്ല. അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ഒപ്പം 7ാം പ്രതി ചാർലി തോമസ് ആണ് ഈ പ്രതികൾക്ക് ഒളിവിൽ കഴിയുന്നതിനായുള്ള സഹായമൊക്കെ ഒരുക്കിയത്. അപ്പോൾ ആ കുറ്റവും ചാർലി തോമസിന് മേൽ അത് തെളിയിക്കാൻ സാധിച്ചില്ല. 8 കഴിഞ്ഞ് 9 വരുമ്പോൾ ജയിലിൽ ഈ പ്രതികൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയത് അല്ലെങ്കിൽ അവർക്ക് സഹായങ്ങൾ ചെയ്ത ഒരാളാണ് ഈ സനൽ കുമാർ എന്ന മേസ്തിരി സനൽ. ഒപ്പം ദിലീപിന്റെ സുഹൃത്തായ 10ാം പ്രതി. ഇവരെ ഈ 7 മുതൽ 10 വരെയുള്ള പ്രതികളെ വെറുതെ വിട്ടിരിക്കുകയാണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികളെയാണ് കുറ്റക്കാരായി കണ്ടെത്തിയിട്ടുള്ളത്. അവർക്കുള്ള ശിക്ഷാവിധി 12-നാണ് ഉണ്ടാവുക. 2017 നടന്ന സംഭവം, 6 വർഷം വിചാരണ നീണ്ട ഒരു സംഭവം. പലതരത്തിലുള്ള നിയമ നടപടികൾ മേൽക്കോടതി വരെ, പരമോന്നത കോടതി വരെ എത്തിയ നീക്കങ്ങൾ, അതിജീവിതയുടെ നീക്കങ്ങൾ, ഒപ്പം നടൻ ദിലീപിന്റെ 90ഓളം വരുന്ന ഹർജികൾ, ഇത്തരത്തിലുള്ള ഹർജികളൊക്കെ പരിഗണിച്ച് ഇതിനിടയിൽ സെഷൻസ് കോടതിയെ വരെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള അതിജീവിതയുടെ ചില നിയമ നീക്കങ്ങൾ, ഇത്തരത്തിലുള്ള നിരവധി സംഭവ വികാസങ്ങൾ കഴിഞ്ഞ് ഒടുക്കം 261 സാക്ഷികളെ വിസ്തരിച്ച് സാക്ഷി വിസ്താരത്തിന് മാത്രം 438 ദിവസം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസിന്റെ ഒരു ദൈർഘ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സമയത്ത് ഇതിൽ എടുക്കപ്പെട്ട അല്ലെങ്കിൽ ഇരയ്ക്ക് നീതി ലഭിക്കുന്നില്ല, അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് കണ്ട് വനിതകളുടെ സിനിമാ ലോകത്തുള്ള വനിതകളുടെ ഒരു കൂട്ടായ്മ തന്നെ പിറവിയെടുത്ത കഥയാണ്. അത്തരത്തിലുള്ള ഈ നീതി ലഭിക്കുന്നില്ല എന്നുള്ള തരത്തിൽ സിനിമയിലെ സ്ത്രീകൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ചില കാഴ്ചകൾ ഒക്കെ തന്നെ നമ്മൾ കണ്ടു. എന്നിരുന്നാലും ഒരു തിടുക്കപ്പെട്ട ഒരു വിധിയിലേക്ക് എത്തിയില്ല എന്നുള്ള ഒരു പരാതി ഈ ഒരു കേസിനെ സംബന്ധിച്ചുണ്ടാവില്ല. കാരണം അത്രയധികം സമയമെടുത്ത് സാക്ഷികളെ അത്രത്തോളം വിസ്തരിച്ച് ഏറ്റവും ഒടുക്കം വിസ്തരിച്ചത് അല്ലെങ്കിൽ പ്രോസിസ്ഥാരം നടത്തിയത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരായ ബൈജു എം പൗലോസിനെയായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ ഒരു സംഭവം ഈ അവസാനം അന്തിമവാദം പൂർത്തിയാകുന്നു. 142ഓളം തൊണ്ടി മുതലുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് 838 രേഖകളാണ്. സാക്ഷി വിസ്താരത്തിന് മാത്രം 438 ദിവസം എടുത്തു എന്നുള്ളതും കൂടിയുണ്ട്. ഇതിൽ ഇവർക്ക് മേൽ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും നമുക്കറിയാം നടൻ ദിലീപിന് നേരെ ചുമത്തപ്പെട്ട കുറ്റം എന്നുള്ളത് ഗൂഢാലോചനയാണ്. ഒപ്പം ഈ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലൊക്കെ കൊണ്ട് തന്നെ വീണ്ടും ഒരു തുടരന്വേഷണമൊക്കെ ഉണ്ടായി. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിലൊക്കെ തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങൾ വലിയ രീതിയിൽ പല രീതിയിലും സഹായകമായിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ്. ഈ പൾസർ സുനി വലിയ രീതിയിൽ തന്റെ മേൽ തനിക്കെതിരെ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നു എന്നുള്ള തരത്തിലും വാദമൊക്കെ ദിലീപ് ഉയർത്തിയിരുന്നു. ഇതിനെ സംബന്ധിച്ച് ഗൂഢാലോചന സംബന്ധിച്ച് തന്റെ പേര് ആവശ്യമില്ലാതെ വലിച്ചിഴക്കുന്നു എന്നുള്ളതൊക്കെയാണ് ദിലീപ് ഉയർത്തിയിരുന്ന വാദം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഈ വിധി പ്രസ്താവിച്ച ശേഷം ദിലീപ് രൂക്ഷ ഭാഷയിൽ തന്നെ നടി ആദ്യ ഭാര്യ മഞ്ജു വാര്യർക്കെതിരെ രൂക്ഷ ഭാഷ തന്നെയാണ് ഉയർത്തിയത്. അതായത് ഈ 2017 ഫെബ്രുവരി 17 ഈ ഒരു സംഭവം നടക്കുന്നു. 2017 ഫെബ്രുവരി 19 അത്തരത്തിലൊരു പൊതുവേദിയിൽ വെച്ച് മഞ്ജു വാര്യർ പറയുന്നു ഈ നടിക്കെതിരെ നടന്നത്
നടിക്കെതിരെ നടന്ന അതിക്രമം ഒരു ഗൂഢാലോചനയാണ് എന്ന് വെച്ചാൽ ഗൂഢാലോചന എന്ന് സംശയിക്കുന്നു എന്ന് പോലുമല്ല പറഞ്ഞത്, ഗൂഢാലോചനയാണ് എന്നുള്ളതാണ് അന്ന് മഞ്ജു വാര്യർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രസ്താവന ചൂണ്ടിക്കാട്ടി, ഈ ഒരു പ്രസ്താവന ഉദ്ധരിച്ചുകൊണ്ട് ദിലീപ് വീണ്ടും പറയുകയാണ്. കാരണം അന്ന് മഞ്ജു വാര്യർ പറഞ്ഞത് ഗൂഢാലോചനയാണെന്നുള്ളത്, അത് ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവിടെ ഒരു ഗൂഢാലോചന വന്നത് എന്നുള്ള തരത്തിലൊക്കെ തന്നെയാണ് പറഞ്ഞതിനൊപ്പം നിരവധി പേർക്കെതിരെ ഇത്തരത്തിലൊരു വിമർശനം ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ്. ആരാധകർ അത്രത്തോളം ആഘോഷമാക്കി ഈ ഒരു വിധി പ്രസ്താവന എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. കോടതി വളപ്പിൽ പോലും വലിയ രീതിയിൽ ലഡു വിതരണവും ആഹ്ലാദ പ്രകടനങ്ങളും ഒക്കെ തന്നെ കാണാൻ സാധിക്കുമായിരുന്നു. എന്തായാലും നിലവിലെ ഈ ഒരു വിധി എന്ന് പറയുന്നത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ ലഭിക്കും. അതിന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അവർക്കുള്ള ശിക്ഷാവിധി 12-ന്. അതെ, എന്തായാലും ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ട ഈ നിമിഷങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇവിടെ പുതിയൊരു വാർത്തയായിട്ട് വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ബലാത്സംഗ കേസിൽ അതിജീവിതയുടെ മൊഴി SP പൂങ്കുഴലി എടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ദിലീപിലേക്ക് തന്നെ നമ്മൾ തിരികെ എത്തുകയാണെങ്കിൽ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം, കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപിന് അഭിനന്ദനം നൽകിക്കൊണ്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു സന്ദേശം വന്നിരിക്കുകയാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് നടൻ ദിലീപിന് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഒരു സന്ദേശം വന്നിരിക്കുന്നു. ആ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് വന്ന സന്ദേശം അയച്ചിരിക്കുന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അവിടെ കിടക്കുന്ന രാഹുൽ ഈശ്വരാണ്. രാഹുൽ ഈശ്വർ എഴുതിയിരിക്കുന്നു സത്യമേവ ജയതേ. അത് ജയിലിൽ കിടക്കുന്ന രാഹുൽ ഈശ്വറിന് വേണ്ടി ഈ രാഹുൽ ഈശ്വറിൻ്റെ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പോസ്റ്റഡ് ബൈ ദീപ രാഹുൽ ഈശ്വർ ഓൺ ബിഹാഫ് ഓഫ് രാഹുൽ ഈശ്വർ എന്നാണ്. ദിലീപ് കുറ്റവിമുക്തൻ എന്നുള്ള പടം വെച്ചുകൊണ്ട് ദിലീപിനോടൊപ്പം ചിരിച്ചു നിൽക്കുന്ന രാഹുൽ ഈശ്വറിൻ്റെ പടം വെച്ചുകൊണ്ട് നൽകിയിരിക്കുന്ന ആ ആശംസാവാക്യം, അതിന് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. അതിലൊരു പ്രതികരണം എന്ന് പറയുന്നത് ഞാവൽ പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞതുപോലെ തൻ്റെ കാര്യം, താൻ ആർക്ക് വേണ്ടിയൊക്കെ വാദിച്ചോ അവരെല്ലാം പുറത്തും താൻ അകത്തും എന്ന് അതിന് പ്രതികരണം വരുന്നു. എന്തായാലും ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ കേരളം ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ആഹ്ലാദകരമായ വാർത്തയായിട്ട് ദിലീപിൻ്റെ ആരാധകരും ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരും ഏറ്റെടുക്കുന്നു. അതേസമയം അങ്ങേറ്റം നിരാശാകരമായിട്ടുള്ള ഒന്നാണെന്നും മേൽക്കോടതിയെ സമീപിക്കേണ്ടതാണ് എന്നും അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നവരും സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഈ 2 വാർത്തകളിലേക്കും നമ്മൾക്ക് തിരികെ എത്താൻ കഴിയും. ഒരു ഇടവേളയിലേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയിലേക്ക് പോയതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളിലേക്കും ഒപ്പം തന്നെ മറ്റ് വാർത്തകളിലേക്കും ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും നമ്മൾക്ക് വരേണ്ടതുണ്ട്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള 2ാം കേസിൽ അതിജീവിതയുടെ മൊഴിയെടുത്തിരിക്കുന്നു. SP പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള 2ാം പരാതിയുടെ അടിസ്ഥാനത്തിൽ. അതിനു മുമ്പ് നമുക്ക് VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അപ്പീൽ കോടതി തീരുമാനിക്കും. നമ്മളിപ്പോൾ ഒരാളെ ശിക്ഷിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി തീരുമാനം എടുക്കേണ്ടത്. ഈ കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുത്തില്ലെങ്കിലാണ് അപ്പീൽ കോടതി ഉള്ളത്. ഇപ്പോൾ പ്രോസിക്യൂഷൻ അപ്പീൽ കോടതിയെ സമീപിക്കാം. അല്ല, അത് പരിശോധിക്കണം. അതിന്റെ ജഡ്ജ്മെന്റ് പുറത്തു വരാതെ നമ്മളെങ്ങനെയാണ് പറയണം? ഞാനൊരു വക്കീൽ കൂടിയാണ്. ഞാൻ വെറുതെ കയറി കമന്റ് പറയാൻ പറ്റുമോ? അതായത് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഈ ജഡ്ജ്മെന്റിലാണ്, വിശദമായ ജഡ്ജ്മെന്റിലാണ് പറയേണ്ടത്. കോടതിയാണ് പറയേണ്ടത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ശിക്ഷിച്ചത്, ഏത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ശിക്ഷിച്ചത്, ഏത് തെളിവുകൾ ഇല്ലാത്തതിന്റെ അഭാവത്തിന്റെ പേരിലാണ് ആളുകളെ വെറുതെ വിട്ടത്, അല്ലെ? അതിൽ പ്രോസിക്യൂഷൻ ആവശ്യമായ തെളിവുകൾ